സോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് അങ്ങ് തമിഴ്നാട്ടിൽ നിന്നോ നമുക്കൊരു ഇടിവെട്ട് പടം വന്നിരുന്നു, DC. ഞാൻ ആ സിനിമ ഇപ്പോൾ 2 വട്ടം കണ്ടു. ഫസ്റ്റ് ഡേ കണ്ടു, സെക്കൻഡ് ഡേ കണ്ടു. ശനിയാഴ്ച വീണ്ടും ഞാൻ ഇവരോടൊപ്പം ഒന്നുകൂടെ കണ്ടു. ഞാൻ ഫസ്റ്റ് ഡേ കണ്ടപ്പോൾ തിയേറ്ററിൽ നിറച്ചാളുണ്ടായിരുന്നു, ഭയങ്കര വൈബായിരുന്നു. ഇന്ന് ആൾ അത്ര ഇല്ലായിരുന്നു, എന്നാലും അടക്കിടക്കും ബഹളമൊക്കെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ. ഇങ്ങനൊരു ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കാണാൻ പറ്റിയൊരു സിനിമയാണ്. സിനിമയെ പറ്റി പറയുമ്പോൾ DC, അരുൺ മാധേശ്വരൻ്റെ DC, ലോക്കിയുടെ DC, വാമികയുടെ DC, പക്ഷേ അനിരുദ്ധിന്റെ DC പടം അനിരുദ്ധിൻ്റെ ആണ്. ടൈറ്റിൽ കാർഡിൽ തന്നെ രണ്ടാമത്തെ ടൈറ്റിൽ കാർഡ് ആൻഡ് അനിരുദ്ധ് മ്യൂസിക്കൽ എന്നാണ്. അതിന് വരെ തിയേറ്ററിൽ കൈയടി ഉണ്ടായിരുന്നു. അതായത് ഈ ദേവദാസ് ചന്ദ്ര സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റോറീസ് എടുക്കുവാണെങ്കിൽ മറ്റേ ഒരുപാട് അഡാപ്റ്റേഷൻസ് ഉള്ള സ്റ്റോറീസ് ഉള്ളതാണ്. ഇനി എന്ത് ചെയ്യാം എന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും ഒരുപാട് ചാറൂറ്റിയെടുത്ത സംഭവമാണ്. അതെ. അപ്പോൾ അതിൻ്റെ ഇനി എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുമ്പോൾ അനിയെ കൊണ്ടുവരാം. അതായത് ഇതിൻ്റെ ഒരു പഴയ ഇൻ്റർവ്യൂവിൽ, ക്യാപ്റ്റൻ മില്ലറിൻ്റെ ഇൻ്റർവ്യൂവിലായിരുന്നു തോന്നുന്നു, അരുൺ മാധേശ്വരനോട് ഭരദ്വാരംഗൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ലവ് സ്റ്റോറി എടുത്ത് എങ്ങനെയായിരിക്കും എന്ന് പുള്ളി ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നുണ്ട്, ഞാൻ ലവ് സ്റ്റോറി എടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു വൈൽഡ് ലവ് സ്റ്റോറി ആയിരിക്കും. ഗൺസ്, ഡ്രഗ്സ്, ആക്ഷൻ, സെക്സ് ഇതൊക്കെ വരുന്ന പോലത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു വൈൽഡ് പടം എടുക്കുക എന്നുള്ളതാണ് അതായിരുന്നു പുള്ളിയുടെ ഐഡിയ എന്ന് പുള്ളി അന്ന് പറയുന്നുണ്ടായിരുന്നു. സോ അപ്പോൾ ആ സമയം പോലെ അതിന് മുമ്പ് പോലെ പുള്ളിക്ക് ഐഡിയ ഉണ്ടായിരിക്കണം. സോ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാനിപ്പോൾ 2 വട്ടം കണ്ടു, എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി പടം. പ്രശ്നങ്ങളുണ്ട്, ബട്ട് സ്റ്റിൽ എനിക്ക് തിയേറ്ററിൽ എനിക്ക് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒരു കൺസേർട്ട്, അനിരുദ്ധിൻ്റെ കൺസേർട്ട് കണ്ട ഫീല്. അരുൺ മാധേശ്വരൻ സിനിമകളിൽ എനിക്ക് തോന്നുന്നു റോക്കി കഴിഞ്ഞതിന് ശേഷം, അതായത് 200 രൂപ താഴെ അനിരുദ്ധിൻ്റെ കൺസേർട്ട് കാണാൻ പറ്റി. അതെ. ഈ റോക്കിക്ക് ശേഷം പുള്ളി ചെയ്തതിൽ ഇപ്പോൾ തിയേറ്ററിൽ വന്ന പടം ക്യാപ്റ്റൻ മില്ലർ മാത്രമേ ഉള്ളൂ. സാനിക്കയോ OTT-ലായിരുന്നു. അതിനുശേഷം വരുന്ന പടമാണ് DC. അപ്പോൾ എനിക്ക് തോന്നുന്നു ക്യാപ്റ്റൻ മില്ലറിനേക്കാളും എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസിൽ ഇത് കുറച്ചുകൂടെ. മില്ലർ ചെയ്യുമ്പോൾ നമ്മൾ ചാനൽ ഇല്ലായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് ഓർമ്മയില്ല അത് കറക്റ്റ്. സോ മില്ലറും ഈ പറഞ്ഞ ഫസ്റ്റ് വർഷം കണ്ട ഞാൻ ഈ പുള്ളിയുടെ റോക്കി കണ്ടപ്പോൾ പോലെ പുള്ളിയുടെ ഒരു ഫാനായി. അപ്പോൾ റോക്കിക്ക് ഒരു ഏതോ ഫെസ്റ്റിവലൊക്കെ കളിച്ചിട്ട് ഭയങ്കര അഭിപ്രായം വന്നതിന് ശേഷം തമിഴ്നാട്ടിൽ ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്നു. തമിഴ്നാട്ടിൽ മാത്രം ഇത് റിലീസ് ചെയ്തു, വളരെ ലിമിറ്റഡ് സ്ക്രീൻസിൽ. അവിടെയും ഇതിന് അപ്രിസിയേഷൻസ് ഒരുപാടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ തിയേറ്ററിൽ കൈയടിയും മിസ്ലടിയൊക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങൾ ആ പടത്തിൽ നടന്നു. പക്ഷേ ആ സിനിമ അതിൻ്റെ പേസ് ഭയങ്കര സ്ലോ ആയിരിക്കും. പക്ഷെ അത് ഭയങ്കര വലിയ ഹിറ്റൊന്നും അല്ല. ലൈക്ക് അവർക്ക് ആ സിനിമ അങ്ങനെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പാരലൽ കൈൻഡ് ഓഫ് ഒരു പടമാണ്. പക്ഷെ അതിനകത്തും ഈ മാസ് എലമെൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ബട്ട് അത് അരുൺ മാധേശ്വരൻ്റെ ഒരു മീറ്ററല്ല. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് തോന്നുന്നു സാനിക്കായുടെ വന്നപ്പോൾ പുള്ളി കുറച്ചുകൂടെ OTT സ്പേസിൽ മാക്സിമം വയലൻസ് കാണിക്കാനുള്ളൊരു സ്പേസ് കിട്ടിയതുകൊണ്ട് പുള്ളി അത് എക്സ്പ്ലോർ ചെയ്തു. മില്ലർ വന്നപ്പോൾ ഒരു മെയിൻ സ്ട്രീം ആക്ടർ, അതായത് ധനുഷ്, അത് കുറെ മെയിൻ സ്ട്രീം ആക്ഷൻ എങ്ങനെയിരിക്കും എന്നുള്ള ലൈനിലാണ്. കുറച്ചുകൂടെ വലിയ സ്കെയിലായിരുന്നു അതിന്. പടം പ്രതീക്ഷിച്ച അത്രയും വന്നില്ല. അതെ. അത് ടൈറ്റ് ആയിട്ട് കട്ട് ചെയ്തിരുന്നെങ്കിൽ അതിനകത്ത് കുറെ നല്ല മൊമെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ലെങ്തി ആയിരുന്നു. 2.5 മണിക്കൂർ കഥ. മറ്റൊരു അമ്പലത്തിന്റെ അതിനകത്തും ഒരുപാട് ക്ലാബ് വർത്തി മൊമെന്റ്സ് ഉണ്ടായിരുന്നു. അതാണ് തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് BGM പരിപാടിയൊക്കെ അതിന്റെ അന്യം കുറച്ച് വർക്കായിരുന്നു. അല്ല, അതിന് ഒരുപാട് കഥ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നു ഇതിലേക്ക് വന്നപ്പം കഥ ഒന്നും പറയുന്നില്ല. കഥയൊക്കെ നമുക്കങ്ങ് കുറയ്ക്കാം, നമ്മൾ 2 പേരുടെ കൂടെ അങ്ങ് പോവാം എന്ന് പറയുന്ന പോലെ ഒരു പരിപാടിയാണ് DC. നിങ്ങൾ ഇതുപോലെ കുറച്ച് വൈൽഡ് പടങ്ങൾ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ, പിന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാം. വയലൻസ് ഉണ്ട്, സർട്ടിഫൈഡ് ആണ്. ഈ വയലൻസ് ഓൺ സ്ക്രീനേക്കാൾ കൂടുതൽ ഓഫ് സ്ക്രീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര വലിയ വയലൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ വയലൻസ് കുറച്ച് കൂടുതലുണ്ട്. ബട്ട് എനിക്കത് നമ്മൾ ഓൺ സ്ക്രീൻ കാണുമ്പോൾ എന്ന് പറയാൻ തോന്നൽ വയലൻസ് ഒന്നും അതില്ല, ഗോറൊന്നുമില്ല. പുള്ളിയുടെ റോക്കി ആക്ച്വലി അതിന്റെ കട്ട് വേർഷൻ ഇറക്കാത്തതിന്റെ മെയിൻ കാരണം വയലൻസ് കൂടാൻ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും അവർ കുറച്ചത്. അതിന്റെ കട്ടില്ലാത്ത വേർഷനിൽ പോലും പുള്ളി കുടലൊക്കെ എടുത്ത് കഴുത്ത് ഇടുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ അൺകട്ട് വേർഷൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയില്ല. ഇതിനകത്ത് ചില കട്ട്സിൽ എനിക്ക് തോന്നുന്നു ഇടയ്ക്കത്തെ ഒരു പോർഷൻ വലിച്ചൂരുമ്പോ എന്തെങ്കിലും അങ്ങനെ മിസ്സായി പോയതുപോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു ചില കട്ട്സിൽ. ചില സീനുണ്ടല്ലോ മറ്റേ ഫൈറ്റ്സിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന മറ്റേ ഒരുത്തിന്റെ എക്സ്പ്രഷൻ വെച്ചിട്ട് കട്ട് മാറ്റുക. അതും പിന്നെ ഇങ്ങനെ ഊരത്തില്ലേ. അപ്പം മറ്റേ മനസ്സിലായി ക്ലോസ് ചെയ്യുന്ന വൈഡിൽ വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്കത്തെ എന്തോ ഏർലി കട്ട് പോലൊക്കെ ഫീൽ ചെയ്തായിരുന്നു. ചിലപ്പോൾ ദശയൊക്കെ കയറി വരുന്നുണ്ടെങ്കിൽ. സോ അപ്പോൾ DC കാണാൻ ആഗ്രഹിക്കുന്നവർ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി കാണുക. നല്ല ക്രൗഡുള്ള തിയേറ്ററിൽ പോയി ഇരിക്കൂ, നല്ല രസമായിട്ട് കണ്ടിറങ്ങും. എനിക്ക് ആക്ച്വലി പറയാനുള്ളത് മറ്റേ അരുൺ മാധേശ്വരനെ കുറിച്ചാണ്. കാരണം പുള്ളിക്കാരൻ ഒരു തിയേറ്റർ ബ്ലാസ്റ്റ് പുള്ളി നല്ലൊരു വിജയം കിട്ടിയിട്ടില്ല, പുള്ളി അറിയിച്ചില്ല. അതെ. പക്ഷെ പുള്ളിയുടെ സാനിക്കായി ഇറങ്ങിയ സമയത്ത് എല്ലാവരും പറഞ്ഞു ഗംഭീര പടം തിയേറ്ററിൽ ഇറക്കായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു പൊട്ടിപ്പോയിരുന്നു. പക്ഷേ
അത് കഴിഞ്ഞ് മറ്റേ ക്യാപ്റ്റൻ മില്ലർ വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു ഇത് പുള്ളിക്ക് ഭയങ്കര തിയേറ്റർ പ്ലസ് കൊടുക്കും, പക്ഷേ അതും കിട്ടി. അതിനും ഇനിഷ്യലി ഒരു പുള്ളുണ്ടായിരുന്നു, പിന്നെ കിട്ടിയില്ല. അതെ അതെ. ക്യാപ്റ്റൻ മില്ലറിന്റെ മ്യൂസിക് പക്ഷേ ജി വി പ്രകാശ് കുമാർ. പക്ഷേ ഇതിന്ന് തിയേറ്ററിൽ കണ്ടപ്പോൾ തിയേറ്ററിൽ ആൾക്കാരെല്ലാവരും സ്റ്റാർട്ടിങ് ടു കൈയടിക്കുക. എല്ലാവരെയും തിയേറ്ററിലേക്ക് എത്തിച്ചത് BGM അനിരുദ്ധാണ്. രാഗ ഓഫ് റിവെഞ്ച് എന്ന് പറഞ്ഞ ഒരൊറ്റ ട്രാക്കിലാണ് ഈ സിനിമയെ മൊത്തത്തിൽ ഹോൾഡ് ചെയ്യുന്നത്. ആ ഒരു മ്യൂസിക് പീസ് പ്ലേ ചെയ്യുന്ന 2 സ്പോട്ടിൽ നമുക്ക് തിയേറ്ററിൽ അതിൻ്റെ ബെസ്റ്റ് മൊമെൻറ്റ് കാണാം. ബാക്കിയുള്ളതൊക്കെ കുറച്ചിങ്ങനെ ത്രൂ ഔട്ട് മ്യൂസിക് കൊണ്ട് നമ്മളിതിനെ ആസ്വദിച്ച് ഇരിക്കാമെങ്കിലും ഈ പീക്ക് മൊമെന്റ്സ് വരുന്ന ഈ രാഗ ഓഫ് അനിരുദ്ധിന്റെ പോലും മ്യൂസിക്കലി പുള്ളി മാറ്റി ചെയ്തൊരു. അതെ അതെ, പുള്ളി കുറേ അധികം ജോണർ ട്രൈ ചെയ്തു ഇതിനകത്ത്, മൾട്ടിപ്പിൾ ജോണർ. അതായത് പുള്ളിക്ക് സീനൊക്കെ വിഷയമുള്ള കാര്യമല്ല മോനെ, നമ്മുടെ മ്യൂസിക് ഇടാം, അങ്ങനെ ഉണ്ട്. അതായത് ചില സ്ഥലത്ത് ആക്ച്വലി സീനിന് മേലെയായിരുന്നു. അതെ അതെ, സീന് മേളയായിരുന്നു, ഡയലോഗിനും മേളയായിരുന്നു ഒരുപാട്. അതെനിക്ക് അറിയില്ല, ഡയലോഗ് വളരെ കുറവാണ്. എനിക്ക് പല ഡയലോഗും തിരിയുന്നില്ല, അത് അങ്ങനെ സംഭവം. അത് നമ്മുടെ തിയേറ്ററിന്റെ ആണോ? തിയേറ്റർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പേര് പറയുന്നില്ല. എനിക്ക് തിയേറ്റർ ഇഷ്ടപ്പെട്ടില്ല. അത് ഞാൻ പല കാര്യം വേറെ ഒന്നുമല്ല, നമുക്കിവിടെ വേറെ പടം കാണാൻ വേറെ തിയേറ്റർ ഇല്ല. നമ്മുടെ ഇവിടെ റിലീസ് ഭയങ്കര കുറവായിരുന്നു, ഭയങ്കര ലിമിറ്റഡ് റിലീസ് ഉള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ മെയിൻ തിയേറ്ററിലോ ഒന്നും അറ്റ്മോസ് തിയേറ്ററിലോ ഒന്നും ഈ പടം ഇറക്കിയില്ല. ഇവിടെ ഇറങ്ങിയത് ഒരു പഴയ തിയേറ്ററിലാണ്. അതിന്റെ സൗണ്ട് ഭയങ്കര കംപ്ലൈന്റ് ആയിരുന്നു ഇതിനു മുമ്പ്. അതായത് ഫ്രണ്ടിൽ നിന്നായിരുന്നു ഓഡിയോ, അതായത് സ്ക്രീൻ എവിടെ അവിടെ നിന്ന് തന്നെ ഓഡിയോ, ബാക്കിയുള്ള സ്പീക്കേഴ്സ് എന്തോ. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഇതിനു മുമ്പ് ഉണ്ടാകുന്ന പ്രശ്നം ഈ ജാറിങ്, സൗണ്ട് ജാറ് ചെയ്യും. പിന്നെ അതുപോലെ ഈ ട്രാക്സ് മിസ്സായിട്ട് മറ്റേ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഓരോന്നൊക്കെ കിടന്ന് അടിക്കും ഇങ്ങനെ. അല്ല, ഞാൻ പറഞ്ഞ ഇത് പറഞ്ഞ മിക്സ് നമ്മൾ ചോദ്യം ചെയ്തില്ലേ. സംഭവം വെച്ചാൽ ഒരേ സ്പീക്കർ തന്നെ എല്ലാം പ്ലേ ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും കുഴഞ്ഞു വരുന്നോണ്ട് ഈ ഡയലോഗ് കേൾക്കാത്തൊരു ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പൊ പല ഇതായിരുന്നെങ്കിൽ പല അളവിൽ ഓരോ സ്പീക്കറിൽ ഇടാമല്ലോ. അത് തന്നെ. പക്ഷേ ഇത് ഇവിടുത്തെ ഇതിന് മുമ്പുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ സ്പീക്കറുകളെല്ലാം ഇങ്ങനെ പലതും പല രീതിയിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് കാണാൻ പോയ പടത്തിലൊക്കെ നമുക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഈ തിയേറ്ററിൽ പോയി പടം കാണണോ വേണ്ടോ എന്ന് ആലോചിച്ചു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ ഈ പടം കാണാൻ ആലപ്പുഴയിൽ നിന്ന് അടുത്ത് വേറെ തിയേറ്ററിലോട്ട് എങ്ങോട്ട് പോകണമെങ്കിലും വെള്ളമുള്ളതുകൊണ്ട് യാത്ര ബുദ്ധിമുട്ടായി. പിന്നെ നമുക്ക് ഒരേ ഒരു നിവർത്തിയുള്ളൂ, ആലപ്പുഴയിൽ ഒരു തിയേറ്ററിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ തിയേറ്ററിൽ പോയി ഞാൻ ഈ സിനിമ കണ്ടു. പക്ഷേ കണ്ടപ്പോൾ എനിക്ക് ഞാൻ പേടിച്ചത്രയും പ്രശ്നമില്ല, എനിക്ക് ഓക്കെ ആയിരുന്നു. സൗണ്ട് ഗംഭീരമല്ല, പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് കണ്ടു. അത് രണ്ടാമത് വീണ്ടും ഇവരെയും കൊണ്ട് ഞാൻ അതേ തിയേറ്ററിൽ തന്നെ കൊണ്ട് കാണിച്ചു. ഇന്ന് മുതൽ അർദ്ധരാത്രി മുതൽ 3 തിയേറ്ററിലായി മറ്റു തിയേറ്ററുകളിലും ഈ ഷോ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പറ്റിയാൽ ഒരു അറ്റ്മോസ് സ്ക്രീനിൽ ഒന്നുകൂടെ ഞാൻ ഈ സിനിമ കാണും. അറ്റ്മോസിൽ എങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് എന്നറിയണം. എനിക്ക് പറയുന്ന പോലെ മിക്സ്ഡ് ഫീലിംഗ് ആയിരുന്നു. പക്ഷെ എനിക്കിങ്ങനെ പടം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഗ്രോ ചെയ്യുമായിരുന്നു. അതായത് എനിക്കൊരു ഇൻ്റർവെൽ ആയപ്പോഴാണ് ആക്ച്വലി ഞാൻ ഇത് കൊള്ളാവുന്ന പരിപാടിയാണല്ലോ തോന്നുന്നത്. അതുവരെ ഇങ്ങനെ എനിക്കും ഈ വാമിക ഗബ്ബിയുടെ ക്യാരക്ടർ വന്നു കഴിയുമ്പോൾ മുതൽ പയ്യെ നമുക്കിങ്ങനെ ഒരു ഇൻട്രസ്റ്റ് പയ്യെ വന്ന്. മറ്റേ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടായിരുന്നു. ഒന്ന് പുള്ളിക്കാരത്തി സഞ്ജന, അതുകൊണ്ടായിരിക്കാം. പക്ഷേ പറഞ്ഞു വരട്ടെ. അല്ല, ആ സംഭവം ഞാനിങ്ങനെ മനസ്സിലാക്കി വരും. ഇതാണ് മറ്റേ അഡാപ്റ്റേഷനിലെ ആ ക്യാരക്ടർ മനസ്സിലാക്കി വരുവാണ്. അതുവരെ ഞാൻ വിചാരിച്ച അമ്മയെ വെച്ച് റീപ്ലേസ് ചെയ്തേക്കുവാണ്. മറ്റേ ആ ഒരു പാട്ടൊക്കെ സങ്കടം എന്ന് പറയുന്ന എലമെന്റ്, ലോങ് ടേം സങ്കടം എന്ന് പറയുന്നത് ഈ അഡാപ്റ്റേഷനില് കാമുകിയല്ല മരിച്ചത്, അമ്മയാണ്. ആ ഒരു റീപ്ലേസ്മെന്റ് ഉണ്ടായോ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുവായിരുന്നു. അപ്പോഴാണ് ഈ ക്യാരക്ടർ വരുന്നതും. പക്ഷെ നമ്മൾ ഇവരുടെ ലവ് സ്റ്റോറി ഇൻവോൾവ് ഒന്നും അല്ല. നമ്മളിങ്ങനെ അവരുടെ ലവ് സ്റ്റോറിക്ക് വളരെ കുറച്ച് ടൈമേ നമുക്ക് തരുന്നുള്ളൂ. അതൊരു പ്രോപ്പർ ലവ് സ്റ്റോറി ആയിട്ട് പോകുന്നുമില്ല. അത് അല്ലേ? ഇല്ല, അത് എനിക്ക് ത്രോട്ട് കണ്ടപ്പോൾ തോന്നി ഇതിന് സ്ക്രിപ്റ്റ് ആയിട്ടല്ല, സ്ക്രിപ്റ്റ് നോട്ടായിട്ടാണുള്ളത് തോന്നുന്നു. അതായത് ഇത് വലിയൊരു എലമെന്റും അനിരുദ്ധിന്റെ പാട്ടിൽ മൊണ്ടാഷ് ആയിട്ടാണ് പോകുന്ന പടം. ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരു വലിയ സെക്ഷൻ ഉണ്ടല്ലോ, എന്താ പറയാ, അത് എവിടെയായിരുന്നു, ബമ്പാടിക. ബമ്പാടി. അത് ഭയങ്കര വലിയ സെക്ഷൻ, അതിനകത്തൊന്നുമില്ല. ഞാൻ നമ്മൾ സ്ക്രിപ്റ്റിൽ എഴുതുമ്പോഴത്തേക്കും ഇങ്ങനെ നോട്ട്സ് ആണ്, ഇന്ന സംഭവങ്ങൾ സംഭവിക്കണം എന്നുള്ള ഇതുള്ളൂ. അപ്പൊ ഇങ്ങനെ സ്ക്രിപ്റ്റായിട്ട് ഒരുപാട് വലിയ. പക്ഷെ എനിക്കൊരു ഓൾട്ടർനേറ്റീവ് തോട്ടുണ്ട്. എന്താണെന്നറിയാം, അരുൺ മാധേശ്വരൻ ആയതുകൊണ്ട് തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്ത ഈ പടത്തിൽ പുള്ളിയുടെ ഒരു സ്റ്റൈലാണ് ചാപ്റ്റർ വൈസ് കഥ പറയുക. അത് പുള്ളിയുടെ ഫസ്റ്റ് പടം മുതൽ ക്യാപ്റ്റൻ മില്ലർ വരെ പുള്ളി കറക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് വന്നിരുന്ന സാധനമാണ്. ഈ പടത്തിൽ അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ബട്ട് ഈ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈ പടത്തിൽ പുള്ളിക്ക് ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ് എപ്പോഴും പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് വെക്കുന്നത്. അത് പുള്ളിക്ക് വെക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് പുള്ളി സ്ക്രീനിൽ ഈ സ്ഥലങ്ങളുടെ പേര് വെച്ചു. അപ്പോൾ എനിക്ക് തോന്നിയത് ഈ പടം കണ്ടുകൊണ്ടിരുന്ന മൊത്തം ഈ 2.25 മണിക്കൂർ ഈ പടമുള്ളൂ. അതും എനിക്ക് ഭയങ്കര ഡൗട്ടാണ്. അരുൺ മാധേശ്വരൻ്റെ പടം 2.25 മണിക്കൂർ, ബാക്കി എല്ലാ പടം 2.25 മണിക്കൂറുണ്ട്.
എല്ലാ സിനിമയും 2.5 മണിക്കൂറുണ്ട്. അപ്പോൾ ഇതിന് മാത്രം ആ ടൈമിങ് എങ്ങനെ വന്നു എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്ന് പടം കണ്ടുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലായത് എഡിറ്റിംഗ് ടേബിളിൽ ഇവർ ഈ നമ്മളിപ്പോൾ പറഞ്ഞ ബമ്പാടികയില്ലേ അതിവർ എഡിറ്റിങ്ങിലാണ് ആ സാധനം അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം പുള്ളി ഡെഫിനറ്റ്ലി സീൻ വൈസ് സാധനം എടുക്കാനാണ് പുള്ളിക്ക് ഇൻട്രസ്റ്റ് എന്നാണ് എനിക്ക് മനസ്സിലായത്. അറിയില്ല, ഇത് എൻ്റെ ഒരു ഓൾട്ടർനേറ്റ്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ സെയിം തോട്ട് തന്നെ ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പം നമ്മളിങ്ങനെ ഇവരിങ്ങനെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ നമ്മൾ എടുത്ത് കൂട്ടി അതിനെ എഡിറ്റിംഗ് ടേബിളിൽ മ്യൂസിക്കിൻ്റെ സഹായത്തോടെ അതെ അതിൻ്റെ ആക്ച്വൽ ഫിലിം ഓർഡർ. അതുകൊണ്ട് പല സീനും എനിക്ക് ഈ അനിരുദ്ധിൻ്റെ മ്യൂസിക്കിൻ്റെ പുറത്ത് പെർഫെക്റ്റ്ലി താളത്തിലല്ല അതിൻ്റെ പീക്ക് മൊമെന്റ് വരുന്നതെന്ന് തോന്നി. ഇവർ മറ്റേ ആ പോലീസ് സ്റ്റേഷനിലേക്ക് വാമിക കയറി പോകുന്ന, ഇപ്പം നമ്മൾ കുറച്ച് ജംബിയായിട്ടാണ് ഇത് പറയുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് വാമിക കയറി പോകുന്ന സീനുണ്ട്, അതിനകത്ത് ആ മ്യൂസിക് താളം അതിനകത്ത് ഇങ്ങനെ വന്നിട്ട് പീക്ക് അടിക്കുന്ന അത് 2-3 തവണ പീക്ക് അടിക്കും. പക്ഷേ വിഷ്വൽ അങ്ങനല്ല, വിഷ്വൽ താളം വേറെ. അത് നടന്ന് സ്ലോ മോഷനിൽ കുറേ നേരം നടന്നു കഴിഞ്ഞിട്ടാണ്. അപ്പൊ എനിക്ക് തോന്നി അങ്ങനെ കുറച്ചധികം പോർഷൻ എനിക്ക് തോന്നി ഇതിന്റെ എഡിറ്റ് കറക്റ്റ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ താളത്തിൽ. കാരണം ഇത് ഓവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവര്, എന്തോ ഒരു സംഭവം. അത് നമുക്കറിയാം എന്തോ ചെയ്യാൻ പോകുന്നത്. പക്ഷെ അത്രയും നേരം സ്ലോ മോഷൻ നടക്കണോ, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ. പിന്നെയും ഇവന്റെ കണ്ണിന്റെ ക്ലോസപ്പ് ഇങ്ങനെ ആ വലിച്ചിലും കൂടെ അവോയ്ഡ് ചെയ്തിരുന്നെങ്കിൽ എനിക്കൊന്ന് 2 മണിക്കൂറിനകത്തുള്ള കുറച്ചുകൂടെ ടൈറ്റ്. എനിക്ക് ഫസ്റ്റ് ഹാഫാണ് എനിക്ക് മേജറായിട്ട് അത്രയും ടൈം അല്ലാത്ത മറ്റേ അച്ഛൻ്റെ ക്യാരക്ടർ അത് തന്നെ സെക്കൻഡ് ഹാഫിൽ വരുമല്ലോ, അവിടെയൊന്നും അത്രയും ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യം ഇല്ലാന്ന് തോന്നി. അതൊന്നും നമ്മളവിടെയൊക്കെ ഔട്ടാണ്. ഓൾറെഡി നമ്മളിങ്ങനെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഈ പടം കാണുന്നത്. ഈ പടം എന്ന് പറഞ്ഞ ഒരു വൈബാണ്. ഈ പറയുന്ന പോലെ കൺസേർട്ട് വൈബിൽ വിഷ്വൽസ് നമ്മൾ കാണുവാണ്. ഈ വിഷ്വൽസിന് നല്ല ക്വാളിറ്റി ഉണ്ട്. ബട്ട് നമ്മളിങ്ങനെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഈ പടം കാണുന്നത് ഒരു വേറെ ടൈപ്പ് ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ്. ഈ പുള്ളിയുടെ എല്ലാ പടത്തിനും ആ സംഭവമുണ്ട്. ഇമോഷണൽ കണക്ഷൻ ഇല്ല അതിങ്ങനെ കൊണ്ട് വെക്കുമ്പോൾ ഇതാണ് ഞാൻ ഇമോഷണലി കണക്ഷൻ ഉണ്ടാക്കാനുള്ള എലമെന്റ് ആണിത്. നിങ്ങൾ കണക്ട് ആവണമെങ്കിൽ ആയിക്കോ. ഒരു തരത്തിൽ പറഞ്ഞാൽ നോളന്റെ പടം കാണുന്ന പോലെ ആ ഒരു ആസ്പെക്റ്റില് നമ്മൾ ഇമോഷണൽ കണക്ഷൻ ഉള്ള സീൻ, അച്ഛനും മകനായിട്ടുള്ള സീൻ ഉണ്ടല്ലോ, കണക്ട് ആയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ കണക്ട് ആവുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇമോഷണൽ കണക്ഷൻ എനിക്ക് ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് നമ്മൾ ഏതോ വീട്ടിലൊക്കെ പറയുന്നുണ്ട്, എനിക്ക് സിനിമ ആസ്വദിക്കണമെങ്കിൽ ഇമോഷണൽ കണക്ഷൻ വേണമെന്നില്ല, എന്നെ എൻ്റർടൈൻ ചെയ്യിക്കുകയോ എൻഗേജ് ചെയ്യിച്ചാൽ ഞാൻ ഹാപ്പി ആവും എന്നുള്ള ഒരു സോണിലാണ്. ആ സോണിലുള്ളവർക്കും സെയിം സോണാണ്. പക്ഷേ എനിക്ക് ഈ ഇമോഷണൽ സീൻ കൊണ്ട് വെക്കരുത്. നമുക്ക് മറ്റേ ഇതൊക്കെ ഇല്ല, നമ്മുടെ അജിത്തിന്റെ പടം ഇല്ലേ, ഫൺ ഗുഡ് ബാഡ് ആ ടൈപ്പ് പടം, അത് ഫണ്ണിന് വേണ്ടിട്ടാ. അതിനകത്ത് ഞാൻ ഒരു ഇമോഷണൽ സീൻ വെക്കാരെന്ന് നമ്മൾ പോയി പറയത്തില്ല. കാരണം ഇതിനകത്ത് ഇവർ മൾട്ടിപ്പിൾ ടൈംസ് മറ്റേ ഈ ചന്ദ്രയ്ക്ക് മുമ്പുള്ള ക്യാരക്ടർ മരിക്കുന്ന സീന് എനിക്ക് തോന്നുന്നു ആ സീൻ കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. അതുപോലെ ഈ ചന്ദ്രയുടെ ഒരു സീനുണ്ട്, ഒരു ഡോക്ടർ പുള്ളിക്കാർ, ആ സംഭവമില്ല, അതിനുവേണ്ടി ഇവർ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബട്ട് അത് ഇഫക്റ്റീവ് അല്ലെന്ന് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാതിരിക്കണം, നമ്മളത് സ്പെൻഡ് ചെയ്യുമ്പോൾ അത് ആ സംഭവം. പിന്നെ എനിക്ക് പക്ഷെ അത് കുറെ പേർക്ക് വർക്കായിട്ടുണ്ട്. കാരണം ബാക്കിൽ കൊല്ലട വരെ അതൊക്കെ പറഞ്ഞിട്ട് കൂടെ ആയിരിക്കണം. കാരണം ഇവർ പറയുമ്പം ഈ മ്യൂസിക് ഇതെല്ലാം കൂടെ ഒന്ന് കുഴഞ്ഞിട്ട് തിയേറ്റർ മോശമായി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ് ആവും. അതായത് എനിക്ക് മനസ്സിലായത് ഇപ്പം നമുക്കിപ്പോൾ ഇപ്പം കണക്ട് ആയില്ല എന്ന് പറഞ്ഞാൽ ഇമോഷണലി കണക്ട് ആയ ഒരുപാട് ഒരുപാട് പേരുടെ റിവ്യൂവിൽ ഞാൻ കണ്ട സംഭവം ഇമോഷണലി ഭയങ്കരമായിട്ട് നമ്മൾ കണക്ട് ആയി കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞ് ഇന്നലത്തെ ഒരുപാട് റിവ്യൂവിൽ കണ്ടായിരുന്നു. അപ്പോൾ അത് കണക്ട് ആകുന്ന ആൾക്കാരുണ്ടാവും. ഡെഫിനറ്റ്ലി അങ്ങനെ ആയിരിക്കുമല്ലോ. എനിക്ക് വേറെ കുറച്ച് മൊമെന്റ്സ് ഇഷ്ടപ്പെട്ടു. ബട്ട് ഈ സംഭവങ്ങളൊന്നും എനിക്ക് പറ്റി അച്ഛൻ മകൻ പരിപാടിയൊന്നും എനിക്കത് എന്താ അത് നല്ല എലമെന്റാ. ബട്ട് അത് നമുക്ക് ഇവരുദ്ദേശിച്ച ഈ അച്ഛൻ മകൻ ഈ പടത്തില് സെക്കൻഡ് ഹാഫിൽ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട്, അതായത് ക്ലൈമാക്സ് തൊട്ട് മുമ്പ് അച്ഛനും മോനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ മുമ്പ് അച്ഛനും മോനും അല്ല പുള്ളി അതാ അച്ഛനും മോനും എന്നുള്ള കോൺവെർസേഷൻ തൊട്ട് മുമ്പ് പുള്ളി വന്നിരുന്ന് ഈ മകന്റെ കാര്യം പറഞ്ഞു, നിന്റെ മകനെ നിന്നൊക്കെ നന്നായിട്ട് എനിക്ക് അറിയാമെന്ന് പറയുന്ന ആ സീനെ കണ്ടപ്പോഴേ എനിക്ക് ഈ സ്ക്രിപ്റ്റ് അത് റൈറ്റ് ചെയ്തിരുന്നെങ്കിൽ അത് കൺസൈസ് ആക്കായിരുന്നു. പക്ഷെ ഇതിങ്ങനെ നമ്മള് പുള്ളിയുടെ ആക്ടിങ് ഒക്കെ ഇല്ല ഇങ്ങനെ, അതൊക്കെ ഇങ്ങനെ പുള്ളി പറയുന്നത് പുള്ളിയുടെ മോനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ്. പക്ഷെ അവസാനം ഞാൻ മനസ്സിലായില്ലെന്നല്ല പറയുന്നത്, കണക്ട് ആയില്ലെന്ന്, രണ്ടാണ്. അപ്പൊ എനിക്കത് കാണുമ്പോൾ അത് മനസ്സിലാവും, ഈ സീൻ ഇട്ടേക്കുന്നത് ഇന്ന ഉദ്ദേശത്തിലാന്ന് മനസ്സിലാവുന്നതും ഞാൻ അത് കണ്ടിട്ട് ഫീൽ ആവുന്ന രണ്ട് എനിക്ക് ഇമോഷണലി കണക്റ്റായി. അതും അങ്ങനത്തെ സീൻസ് വേറെ ഉണ്ടായിരുന്നു, ഞാൻ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഓക്കെ, അതൊക്കെ വർക്കായി. എനിക്ക് ഈ സംഭവങ്ങളൊന്നും എനിക്ക് എത്ര വർക്കായില്ല. ഇത് മനസ്സിലായി എന്താ അവരിട്ടത്, തിരിച്ചിവിടെ വരും, അതൊരു രസമുള്ള പ്ലോട്ട് പോയിന്റ് ആണ്. ഇങ്ങനെ തിരിച്ച് അച്ഛനെ വന്ന് കണ്ടിട്ട് തിരിച്ചു പോകുന്നു.
കുറച്ച് ലോജിക്കലി ഇതാണ്, എന്നാലും അവനെ ഒറ്റയ്ക്ക് ഇവിടെ വിട്ടിട്ട് ആക്ച്വലി ഇവന്റെ അച്ഛന്റെ ക്യാരക്ടർ ഇല്ലേ പോലും ഇവന്റെ ക്യാരക്ടർ പൊക്കോളും. അതാണ് പടത്തിന്റെ അങ്ങനെയാണ്. ബട്ട് ഇങ്ങനെ ഈ പറയുന്ന പോലെ എല്ലാരും വന്നിട്ട് അവസാനമായിട്ട് ചെന്ന് കുടുംബത്തെ കണ്ട് ആ സാധനമില്ല, അത് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതുകൊണ്ട് അത് ഒന്ന് പിന്നെ ഇംഗ്ലീഷ് പടങ്ങളിൽ ഒരുപാടുള്ള സംഭവം. പിന്നെ എനിക്ക് മറ്റേ ഇവൻ ഭാമികയോട് ചോദിക്കുന്നുണ്ടല്ലോ, നിന്റെ ഫാമിലിയെ കാണാൻ താല്പര്യമില്ല ചോദിക്കാതെ ഭാമിക പറയുന്നുണ്ടല്ലോ, അവരെ വിറ്റെന്ന് പറയുന്നില്ലേ. അപ്പൊ അവൾ തിരിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ഞാൻ ചോദിച്ചത് നീ എന്താ എന്നോട് തിരിച്ചു ചോദിക്കുന്നേ. അപ്പൊ അതിനുവേണ്ടി എൻഡിങ് കൊടുത്ത സാധനം അല്ല, അതാണ് ബേസിക്കലി ഇവരുടെ ഇപ്പൊ നമ്മളിത് തിരക്കഥയായിട്ട് എഴുതുമ്പോൾ നമ്മൾ വെക്കുന്ന സാധനങ്ങളാണ് ഏതാ ഇങ്ങനെ തിരിച്ചുകൂടെ വരണം ഈ സാധനങ്ങൾ ആ ടൈപ്പ്, അതായത് ഇങ്ങനെ മറ്റേ ടെക്നിക്കലി ചെയ്യുന്ന സാധനങ്ങൾ. പക്ഷെ ഇത് വർക്കാവുക വർക്കാവാതിരിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ പുള്ളിക്കാരൻ എഴുതിയ സമയത്ത് പുള്ളിക്ക് വർക്കായിരിക്കും. അതാ പറഞ്ഞത്, അതിപ്പം കാണുന്നത് ഓഡിയൻസ് തന്നെ ചിലപ്പോൾ അത് വർക്കാവുന്ന ഒരു ഓഡിയൻസ് ഉണ്ടാവും. ചിലപ്പോൾ പറഞ്ഞില്ലേ ചിലപ്പോൾ കട്ട് ചെയ്ത് കുറച്ചൊന്നും, ഒരു പക്ഷേ അങ്ങനെ കട്ട് ചെയ്ത് കുറച്ചൊന്നും നമുക്കറിയത്തില്ല, നമ്മൾ പറയാണ്, അത് ഊഹമാണ്. അല്ല അതേ പറഞ്ഞത് അങ്ങനെ ചെയ്തപ്പോൾ കാരണം ഈ പടം എടുത്തേക്കുന്ന പുള്ളിയുടെ മറ്റു പടങ്ങളാരും വലിയ ടീമൊന്നും എടുത്തേക്കുന്നത്, ഇത് എടുത്തേക്കുന്ന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സിനിമയുടെ പിന്നണിയിൽ ഈ അരുൺ മാധേശ്വരന് മുകളിൽ ഒരു വലിയ പവറുണ്ട്, അത് സൺ പിക്ചേഴ്സാണ്. അതായത് ഈ സിനിമ സർട്ടിഫൈഡ് ആണെങ്കിലും ഇത് തിയേറ്ററിൽ വലിയൊരു സ്ക്രീൻ നമ്പർ ഓഫ് സ്ക്രീൻസിലേക്ക് ഈ പടം പോകണം എന്നുള്ളതും, അതുപോലെ ഈ സിനിമ ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ആകണം എന്നുള്ളത് ഏറ്റവും വലിയ ഡിമാൻഡുള്ളൊരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. സൺ പിക്ചേഴ്സ് ഈ ടൈപ്പ് പടങ്ങൾ വേറെ എടുക്കത്തില്ല, അവർക്ക് ഈ സാധനമില്ല. അവരുടെ സംഭവം എന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ ബ്ലോക്ക് ബസ്റ്റേഴ്സ്. എനിക്ക് തോന്നുന്നു കുറച്ചധികം ഈ അനിയുടെ മ്യൂസിക്കിന്റെ ഇൻഫ്ലുവൻസ് സൺ പിക്ചേഴ്സ് അറിയണം. കാരണം ചില സീക്വൻസസിന് മ്യൂസിക് നല്ലതാണെങ്കിലും അത് ആ സീക്വൻസിന് വേണ്ടാന്ന് തോന്നിയിട്ടുള്ള കുറേ ഏരിയാസ് ഉണ്ട്. അപ്പം നമ്മളിത് സീൻ നടക്കുന്നു, മ്യൂസിക് ഉള്ള ഏതെങ്കിലും ഒന്നേ കാണാം. അത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പടത്തെ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഈ പടം കണ്ട ക്യാപ്റ്റൻ അമേരിക്ക കാണുമ്പോൾ വലിച്ചില്ലെന്ന് തോന്നുന്നില്ല, അതിന്റെ പുറത്തോട്ട് ഈ മ്യൂസിക് വലിച്ചിടും. ഇവിടെ ഇപ്പൊ ഒരു സിംഗിൾ ഷോട്ടാ, ആ ഷോട്ടിൽ ഈ പാർവതിയും ലോകേഷ് സംസാരിക്കുക കുറച്ചു നേരം, കുറച്ചധികം നേരം, ആ ഷോട്ടിന് കട്ടില്ല. അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ മ്യൂസിക് ഇട്ടുകൊണ്ടിരിക്കുക. ഇത് ഈ പടത്തിലെ കോൺവെർസേഷൻ പല സീനുകളിലും ബാക്ക്ഗ്രൗണ്ട് സൈലന്റ് അല്ല, ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ മ്യൂസിക് പൊയ്ക്കൊണ്ടിരിക്കുക. ഇപ്പൊ ചന്ദ്രയും ഇവനും തമ്മിൽ ആ വെള്ളത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന സീനിൽ ഇവിടെയൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ആ അച്ഛൻ്റെ കൂടെയുള്ള പുള്ളിയായിട്ട് സംസാരിക്കുന്ന സമയമില്ലേ, അവിടെയൊക്കെ മ്യൂസിക് ഇങ്ങനെ ഇട്ടിരിക്കുക പുള്ളി. ഏതാ ഈ ഇമോഷണൽ സാധനവും എല്ലാം ഇട്ടിട്ടിട്ട് നമുക്ക് ഈ സീനിൽ ആരും ഉറങ്ങാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് എല്ലാത്തിനും ആൾക്കാരെ ഹുക്ക് ചെയ്യാൻ വേണ്ടി ഈ സിനിമയുടെ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ എന്താണെന്ന് ചോദിച്ചാൽ അനിരുദ്ധിനെ കൊണ്ട് മ്യൂസിക് ചെയ്യിച്ചതാണ്. എനിക്ക് തോന്നുന്നത് ഈ സിനിമ ഒരാൾക്ക് വർക്കായെങ്കിൽ അതിന്റെ പ്രയോറിറ്റീസ് ആ ലിസ്റ്റിൽ എന്തുകൊണ്ട് വർക്കായെന്നുള്ളതിന് നമ്പർ 1 റീസൺ അനിയായിരിക്കും. അല്ല, അത് എല്ലാവരുടെയും ഇന്നലെ ഈ റിവ്യൂവിനകത്തും ഈ പടം കണ്ട് ഇപ്പം നമ്മൾ ഇൻസ്റ്റ തുറന്ന ഒരുപാട് പേര് പേഴ്സണൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റയിൽ. അത്രയും മേലിൽ നിൽക്കുന്നുണ്ട് ഇപ്പം BGM. എനിക്ക് തോന്നുന്നുണ്ട് കാരണം ആക്ച്വലി ഈ പടത്തിലെ ഈ രാഘവ ആ സാധനം ഭയങ്കര ഹിറ്റായിരുന്നല്ലോ. അപ്പൊ ഈ ഫസ്റ്റ് ഡേ എന്നുള്ള റിവ്യൂ കൂടുതലും മറ്റേ ഇതൊരു കൺസേർട്ട് എന്ന് പറഞ്ഞ് മജോറിറ്റി ആൾക്കാർ വരുന്നത് ആ ഒരു മൂഡിലാണ്. കാരണം ഈ മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കൈയടി വീടും. അത് തിയേറ്ററിൽ ആൾക്കാർക്ക് ആ രാഗ ഓഫ് റിവെഞ്ച് 2 തവണ പ്ലേ ചെയ്യും. അത് എല്ലാ തിയേറ്ററിലും ഏറ്റവും ബെസ്റ്റ് കൈയടി വിടുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഈ 2 സീനാണ്. അപ്പോൾ ആ ഒരൊറ്റ സോങ് ആണ് ഇതിൻ്റെ ബാക്ക് ബോൺ എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതായത് നമുക്കറിയാലോ ഇത് വരുമ്പോൾ നമുക്കൊരു അത് നമ്മൾ ഈ തിയേറ്ററിലല്ലാതെ ചുമ്മാ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുമ്പോൾ നല്ല സ്ട്രെസ്സാണ്. നമ്മളിപ്പോൾ കാറിൽ പോയിക്കൊണ്ടുമ്പോഴൊക്കെ ഇത് കേട്ട് നമുക്കിതൊരു വലിയൊരു ഇഷ്ടമുണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെ ഈ പടത്തിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അരുൺ മാധേശ്വരൻ അടുത്തൊരു പടം എടുക്കുമ്പോൾ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് രാഗ ഓഫ് റിവെഞ്ച് അതെ നമ്മൾ അങ്ങനെ യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. ക്ലാസിക്കൽ റിവെഞ്ചിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടൊക്കെ അങ്ങനെ തന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. എന്തായാലും ഹാങ് ഓവർ പാട്ട് ആക്ച്വലി യൂസ് ചെയ്തേക്കുന്നത് ഇവരുടെ റൊമാൻസ്. അത് ഭയങ്കര ഞാൻ ആ സംഭവം കേൾക്കുമ്പം പ്ലേസ് ചെയ്ത ഇടത്തല്ല എനിക്ക് അത് ആ സാധനം. കാരണം ഈ ഹാങ് ഓവർ എന്നുള്ള പാട്ടും അതായത് ബേസിക്കലി വെള്ളവടി എന്ന് പറയുന്നത് ഈ ഒറിജിനൽ ദേവദാസ് ക്യാരക്ടർ ഇങ്ങനെ വെള്ളം വട്ടിച്ച് നശിച്ചു പോകും. ഒരു ട്രാജിക് ക്യാരക്ടറാണ്. ലവ് എന്ന അങ്ങനത്തെ ഹാങ് ഓവർ പരിപാടി ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ അതേ സമയത്ത് ഇവിടെ ആ സമയത്തും അണ്ണൻ വെള്ളമാണ്, ദേവദാസ് വെള്ളത്തിലാണ്. ദേവദാസ് വെള്ളത്തിലും പാർവതി പുകയിലും, അതാണ് അവസ്ഥ. ഈ ശിവന്റെ അങ്ങനത്തിലാണ് ദേവദാസ്. കാര്യം പടത്തിൽ 2 ഈ ശിവന്റെ മ്യൂസിക് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിലും ക്ലൈമാക്സ് വില്ലനെ കൊല്ലുന്നിടത്തും 2 ശിവന്റെ മറ്റേ ആ സാധനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പേരാണ് ഓം നമ ശിവായ എന്ന് പറയുന്ന ട്രാക്കും. അതുപോലെ രണ്ട് ട്രാക്ക് ഉണ്ടായിരുന്നു ശിവന്റെ. കുറച്ചധികം റെഫറൻസസ് ഉണ്ട്. ഈ വാമിക്കൊക്കെ ആക്ച്വലി സിൽക്ക് സ്മിതയുടെ ഒരു റെഫറൻസ് ഉണ്ട്. മറ്റേ ഇവര് ഇറങ്ങി ഓടുമ്പോഴും പിന്നെ സിൽക്ക് എന്ന് ആരും വിളിക്കുന്നുണ്ട്. മറ്റേ ആ ഡോക്ടർ സിൽക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും പുള്ളിക്കാരത്തെയാണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പം എന്തോ ഒരു റെഫറൻസ് അതുകൊണ്ട്. പിന്നെ പുള്ളിക്കാരത്തെ റൂമിനകത്ത് തന്നെ മറ്റേ സ്റ്റാറി നൈറ്റും മറ്റേ വേറൊരു ഡാലിയുടെ ഒരു പെയിന്റിംഗ് ഉണ്ട്. മറ്റേ ആ ടൈം പീസ് ഇങ്ങനെ
അങ്ങനെ കുറച്ച് പിന്നെ ഒരു ഷോട്ട് ഇവര് ബോണി ആൻഡ് ക്ലൈഡിന്റെ ഒരു പോസ്റ്ററിൽ വെച്ചിട്ടുണ്ട്. ബോണി ആൻഡ് ക്ലൈഡിന്റെ രസമുള്ള കഥയാണ്. പക്ഷെ അത് ആക്ച്വലി റിയൽ ആയിട്ട് ആ ക്യാരക്ടേഴ്സ് ഭയങ്കര അതിനെ റൊമാൻറ്റിസൈസ് ചെയ്ത വേർഷനാണ് സിനിമ. ഞാൻ വിചാരിച്ചു അങ്ങനെ ആയിരിക്കും പടം ഇന്ത്യ. അതെ അതെ, നമ്മളെല്ലാവരുടെയും നമ്മൾ ട്രെയിലർ കണ്ടോ പറഞ്ഞതാ, സാവ് കൺഫേം നമ്മൾ ട്രെയിലർ കണ്ടോ പറഞ്ഞായിരുന്നു. ഇവര് പറയുന്നുണ്ടല്ലോ ഞാൻ മരിക്കുന്നതിന് മുമ്പ് നീ മരിക്കില്ലെന്നോ, അങ്ങനത്തെ ഡയലോഗ് പറയുന്നത്. അങ്ങനെ വേറെ മറ്റേ കമലഹാസന്റെ പടത്തിന്റെ ഒരു ഇതുണ്ടല്ലോ, മൂന്നാം പറ അല്ലേ, മൂന്നാം പറ നമ്മുടെ ശ്രീദേവിയും കമലഹാസനും അവിടെയാണ് തുടങ്ങുന്നത്. ചന്ദ്രയുടെ ഇൻട്രൊഡക്ഷൻ തുടങ്ങുന്നത് അവിടെയാണ്. ആ ടി വിയിൽ ആ സീൻ കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ 18 വർഷമായിട്ട് ഒരു ജയിലിൽ കിടക്കുകയാണ് എന്നുള്ള ലൈനാണ് പറയുന്നത്. അതായിരിക്കും മറ്റേ സ്റ്റാറി നൈറ്റ് ഇപ്പുറത്ത് ഡാലിയുടെ ടൈം, ആ രണ്ട് ഇതായിരിക്കും ഇതാണല്ലോ. അതായത് ഇവൻ വന്ന് നിൽക്കുന്നത് സ്റ്റാറി നൈനിന്റെ അടുത്ത്. അതായത് ഇവള് പ്രതീക്ഷിക്കുന്ന സാധനം അവനും അവള് ചെന്നിരിക്കുന്ന മറ്റേ ടൈം അതിനകത്ത്, അതായത് ലൂപ്പ് അവിടെ കിടക്കുന്നത് എന്ന് പറയുന്നത്. അതാണ് വിഷ്വലി അങ്ങനെ ഒരു ഫ്രെയിമിംഗ് ഉണ്ട്. പിന്നെ ഈ റെഡ് എന്ന് പറഞ്ഞ കളർ ഈ പടത്തില് ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. ത്രൂ ഔട്ടേ ഇവര് രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന ഒരു റെഡ് ഒമ്മിയ, അത് ലോകത്ത് ചിലപ്പോൾ ഒരേ കാണത്തുള്ളൂ. പോലീസുകാർ ഒരു റെഡ് ഒമ്മിയ അമരന്നെ പിടിച്ചോ. പക്ഷേ വിഷ്വലിയും സ്റ്റോറി ടെല്ലിംഗ് വൈസും ഒരു ഡയറക്ടറെ സംബന്ധിച്ച് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അതായത് ഒരുപാട് സ്ഥലം ഇപ്പൊ ഈ പറഞ്ഞ പോലെ പാർവതി ഈ ലിപ്സ്റ്റിക് ഇടുന്ന സാധനം ഉണ്ടല്ലോ, അവിടെ മുതൽ ഇത് കഴിഞ്ഞ് ഇവനെ കാണാൻ വരുമ്പോൾ റെഡ് സാരി എടുത്തു വരുന്നു. പുള്ളിക്കാരി ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ റെഡ് ലൈറ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു. അല്ല ഇവന്റെ ആണെങ്കിലും ഷെയ്ഡും റെഡ് ആണ്. ഇനിഷ്യലി മറ്റേ ഒരു പോലീസുകാരൻ ഒരു സംഭവം ചെയ്യുമ്പോൾ ഒരാളെ കൊല്ലുന്ന തൊട്ടാണല്ലോ. അപ്പം ഫ്രണ്ടിൽ നിന്ന് കാണിക്കുന്നതിന് പകരം ഈ ബാക്കിൽ നിന്ന് ആ പോലീസ് ഇൻവേർട്ടഡ് കാവലെന്ന് എഴുതിയിരിക്കുന്ന ഇൻവേർട്ടർ ആയിട്ട് അത് ചുമലില്ല. അവിടെ തൊട്ട് ഈ റെഡ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ മറ്റേ ആദ്യമായിട്ട് പുള്ളിക്കാരുടെ പേര് ഞാൻ പറഞ്ഞു, സഞ്ജന അല്ല അത് നടിയുടെ പേര്, ക്യാരക്ടറുടെ പാർവതി ഇൻട്രൊഡക്ഷൻ ഈ പറയുന്ന റെഡിലാണ് അവനിരിക്കുന്നു. അതിന്റെ അങ്ങനെ റെഡിന്റെ ഒരു മൂഡ് നല്ല രസമാണ്. റെഡിന്റെ മൂടെന്ന് പറഞ്ഞാൽ പിന്നെ മെയിൻ റെഡ് എന്ന് പറഞ്ഞാൽ ബ്ലഡിന്റെ റെഡ്, ഫുൾ രക്തം. അത് ഇന്റർവെൽ ടെറന്റിനോ ടൈപ്പ് സാധനം. അതെ, അതായത് നമ്മുടെ ബ്ലഡ് ടെറന്റിനോ ടെറന്റിനോ എടുക്കുന്ന തന്നെ മറ്റേ പുള്ളി എടുത്തു. അത് ബേസിക്കലി വൈറ്റ് ഷോട്ടിലൊക്കെ ഇങ്ങനെ ഒരാളെ വെട്ടിട്ട് ഇങ്ങനെ തെറിച്ച് അത് മറ്റേ ഈ ഇന്റർവെൽ ആ കോറിഡോർ ഫൈറ്റിലും അവിടെ കിടക്കുന്ന ഷാളും എല്ലാം റെഡ്. ഞാൻ നോക്കുന്നത് റെഡോട് റെഡ് ബാക്കിയെല്ലാം ഗ്രേ ആണ്. അതെ അതെ, ഇവരുടെ എല്ലാം ഡ്രസ്സ് പുള്ളിക്കാരത്തിക്ക് മാത്രമേ ഉള്ളൂ നല്ല വൃത്തിയിൽ ഒരു നീറ്റ്. പക്ഷെ ആ പുള്ളിക്കാരത്തെ പ്ലേസ്മെന്റ്, അങ്ങനെ ഒരു ക്യാരക്ടർ അങ്ങനെ ഒരു സെറ്റിങ്ങിൽ വന്നപ്പം സിനിമാറ്റിക് ആണ്. ഈ സഞ്ജനയുടെ ക്യാരക്ടർ വളരെ വിചിത്രമായിരുന്നു. നമ്മളാലേക്ക് ഇത് വിദേശത്ത് അങ്ങനത്തെ പരിപാടി ഉണ്ട്. അതാ പറഞ്ഞു, ഇവർക്ക് ഈ ഡയറക്ടർക്ക് ആക്ച്വലി ഒരുപാട് ഫോറിൻ സിനിമകളുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്, സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനൊന്നും ഇങ്ങനെ ഡെപ്ത് ഇല്ല. ഇത് എല്ലാം കവർ ചെയ്യുന്ന ക്രാഫ്റ്റ് വെച്ചിട്ടാണ്. അതെ അതെ. അപ്പൊ പുള്ളി ഈ പറഞ്ഞ പോലെ ഈ സീൻ കണ്ടപ്പോഴും ഞാനും ആലോചിച്ചാൽ ഇങ്ങനൊരു സെറ്റപ്പ്. അപ്പൊ അവിടെ തന്നെ താമസിച്ച് ആ ബാറിൽ അവിടെ സിംഗർ, അത് ബാറോ എന്താണ് പറയുന്നത്, റൂമുണ്ട് അവിടെ. ബാർ സിംഗർ എന്ന് പറയുന്നത് അതൊരു വേറെ സെറ്റപ്പ്. അതെ, റൂംസും ഉണ്ട് ബാറും ഉണ്ട് എല്ലാം ഉണ്ടെന്ന് പറയുന്ന ഒരു അങ്ങനത്തെ ഒരു സെറ്റപ്പാണത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷ് പടങ്ങളിലുള്ള ഒരു സെറ്റിംഗ് ഉണ്ട്. പകുതി കഥ പറയുന്നത്, അതായത് പുള്ളിക്കാരത്തേക്ക് ഒരു ട്രോമ ഉണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിങ്ങനെ ഈ കൈ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇത് വെട്ട് കാണും. അപ്പം ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നും പറയുന്നില്ല, മേ ബി അതുകൊണ്ടായിരിക്കാം എന്നുള്ള ലൈനിൽ അങ്ങനെ നമ്മൾ എടുത്തോണം എന്നുള്ള ലൈനിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാതെ അത് നല്ലതാണ്. ഇങ്ങനെ ഒരുപാട് പറയുന്നതും ബുദ്ധിമുട്ടാവും നമുക്ക്. പക്ഷെ എനിക്ക് തോന്നി പറയണമെന്നുള്ളതല്ല, അവരുടെ ലവ് സ്റ്റോറി കുറച്ച് സമയം കൊടുക്കണം. എവിടെയോ കണക്ട് ആവും തോന്നുന്നിടത്ത് അത് ബ്രേക്ക് ആവും. അതായത് നായകൻ കണക്ട് ആയി നായികയോട്, നായികക്ക് സമയം വേണം. അതെ അതെ. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നവർക്ക് അത് ഈ പറയുന്ന നമ്മുടെ ഗജനിക്കകത്ത് ഈ ഒരു എലമെന്റ് ഉണ്ടല്ലോ, ഇത് അവൾ അറിഞ്ഞില്ലെന്നോ അങ്ങനത്തെ ഒരു സാധനം, സഞ്ജയ് രാമസ്വാമി. അപ്പൊ നമ്മൾ പടം തീരുന്നവരെ ഇത് ഈ പ്രതികാരമൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും പടം കണ്ട് ഇറങ്ങിയെന്ന് വെച്ചാൽ എന്നാലും അവൾ അറിഞ്ഞില്ലല്ലോ എന്നുള്ള സാധനമില്ല. അങ്ങനൊരു സാധനമില്ല. ചാകുന്നതിന് മുമ്പ് ആ സാധനം, അങ്ങനൊരു സാധനം തുടക്കം അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നി ബാക്കി കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും വാമിക്ക വരുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ക്യാരക്ടറിന്റെ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, നേരെ കണക്ട്. ഈ പാർവതി എന്നുള്ള പേര് പോലും പറയുന്നത് മറ്റേ പുള്ളിയാണ്, ഈ ഒറ്റ കൊടുത്ത ആള്. പുള്ളിയുടെ ക്യാരക്ടറാണ്. ഒറ്റ. പക്ഷേ മെയിൻ വില്ലൻ ലോകേഷ് തന്നെ. കാരണം ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് അവർ ഓടിപ്പോയി തീരുന്ന പ്രശ്നമുള്ളൂ. അവരോട് നന്മ ചെയ്യണം. ആ സമയത്ത് പോലീസ് പിടിക്കുന്നു, കൊണ്ടുപോകുന്നു, അടിക്കുന്നു. അതായത് ലോകേഷ് ഇവരെ എല്ലാവരും റെഡി ഇറങ്ങുമ്പോഴത്തേക്കും നീങ്ക പോങ്ക
ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് പുള്ളി തിരിച്ചു പോകും. അപ്പോഴത്തേക്ക് പോലീസ് അതിന് എപ്പോഴും അപ്പം പോലീസ് വരും, പിടിക്കുന്നു, പോലീസ് എടുത്ത് അടിക്കുന്നു, അവിടെ നിന്ന് പിന്നെ ജയിലുകാർ പുറത്ത് വരുന്നു. പുറത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത പരിപാടി ചെയ്യുമ്പോൾ വീണ്ടും നായകൻ താടി മുട്ടയുള്ള പുള്ളിയാണ് കറക്റ്റ് കാര്യം പറയുന്നത്. എന്തായിരുന്നു പുള്ളിയുടെ ക്യാരക്ടർ പേരെന്തായിരുന്നു? കിറ്റി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തേക്കുന്നത്. എനിക്ക് പുള്ളിയുടെ ആക്ടിങ് എപ്പോൾ കണ്ടാലും എനിക്ക് പുള്ളിയെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പടമാണ് ജിൽജൻ ജക്ക്. അപ്പോൾ എനിക്ക് ഈ പുള്ളിയെ ഏത് പടത്തിൽ കണ്ടാലും എനിക്ക് പുള്ളി പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് ജിൽജൻ ജക്കിൽ ഭയങ്കര രസമായിരുന്നു ഈ പുള്ളി. അപ്പം ഞാൻ എപ്പോൾ ഈ പുള്ളി ഏത് പടത്തിൽ കണ്ടു, എനിക്ക് ഇതിലും ഒരുപാട് സീനിൽ പുള്ളിയുടെ ഈ ദേഷ്യം ഈ സാധനമില്ലേ, ഇത് ഞാൻ ഇതിൽ ജിൽജൻ ജക്കിലും കണ്ടുള്ള. ബട്ട് അതിൻ്റെ കോണ്ടെക്സ്റ്റ് വേറെ ആയതുകൊണ്ട് നമുക്ക് അവിടെ ഫൺ വരും ഈ പുള്ളി ദേഷ്യപ്പെടുമ്പോൾ. എനിക്ക് ഇവിടെ ഈ ചില സ്ഥലത്ത് കാണുമ്പോഴേക്കും ഞാനിങ്ങനെ പെട്ടെന്ന് എനിക്ക് മറ്റു സാധനം വന്ന് കണക്റ്റാവും. പക്ഷെ ഇതിനകത്ത് ഏറ്റവും ലോജിക്കലി പറയുന്ന പുള്ളിയാണ്, അവളോടും പൈസ അത് എപ്പോഴും ഈ ലോജിക്കലി ഇതിനെ കൗണ്ടർ ചെയ്യാൻ ഒരാൾ വേണമല്ലോ. നായകൻ്റെ ഹീറോയിസത്തിന് അപ്പുറത്തേക്ക് ഇത് ലോജിക്ക് സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ വേണം പടത്തിൽ. ഇവിടുന്ന് ചിന്തിക്കുന്ന ലോകേഷ് കാരണമാണ് കൂട്ടുകാരൻ മരിക്കുന്നത് എല്ലാവരും. അതെ ഇങ്ങനെ അല്ല വേറെ ചിന്തിക്കാത്തവരാണ് ഇവിടെ. വാമിക്കാണേലും ഒരു പുള്ളിക്കാരൻ രക്ഷപ്പെടുത്തി ഇറങ്ങുന്നു. അത് ചേട്ടനൊരു ഷോട്ട് ശ്രദ്ധിച്ചോ, ഇവർ ആ കല്യാണത്തിന് വരുന്നില്ലേ, കല്യാണത്തിന് വന്നു കഴിഞ്ഞിട്ട് ഇവർ റൂമിൽ കയറി കഴിയുമ്പോൾ ഇവള് വന്നൊരു ജനലിനടുത്ത് വയ്ക്കും. അടുത്ത ഒരു വൈറ്റ് ഷോട്ടിൽ വാമികയെ പ്രസന്റ് ചെയ്യുന്ന ഒരു ജനലിനകത്താണ്, അതായത് സ്റ്റിൽ പുള്ളിക്കാരി അഴിക്കകത്താണ് അല്ലെ ജയിലിനകത്താണ്. ഇവിടെ വെളിച്ചത്തിൽ പിങ്ക് കളർ എന്തോ അടിച്ചിട്ടുണ്ട്. അല്ല കളറില്ല, അത് മറ്റേ സില്ലൗട്ട് ഷോട്ടാ. ഇവരുടെ ഓപ്പോസിറ്റ് ആംഗിൾ വെക്കുമ്പോൾ ലൊക്കേഷൻ നിൽക്കുന്നിടത്ത് ലൊക്കേഷൻ ലൈറ്റ് വീഴുന്നത് നല്ലവരെ. അപ്പൊ മറ്റേ റോസ് പിടിച്ചോണ്ടിരിക്കും. അതിനകത്ത് കേറി വരുമ്പോ പുള്ളിക്കാരി റോസ് ഊരിയെടുക്കും. അത് ഞാൻ ശ്രദ്ധിച്ചത്. ഈ കേറി വന്നിട്ട് പുള്ളിക്കാരത്തി ഈ റോസ് ഊരി കയ്യിൽ ഡ്രോപ്പ് ചെയ്യാൻ പോകും. അപ്പൊ മറ്റേ വരുമ്പോ ഇത് ഡ്രോപ്പ് ചെയ്തിട്ട് ഇവൻ വരുമ്പോ തിരിച്ചെടുക്കും. അത് അപ്പൊ ഈ റോസ് ത്രൂ ഔട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതും ഈ പറഞ്ഞ ഡയറക്ടറിന്റെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സംഭവം. ഡയറക്ടർ റൈറ്ററിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ക്യാരക്ടറിന്റെ ഇമോഷണൽ സ്റ്റേറ്റ് വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റ്. അതെ, ഗൺസ് ആൻഡ് റോസസ് അതാണ് ആ ഐഡിയ. അതായത് പ്രണയവും ലവ് ആൻഡ് വാർ എന്ന് പറയുന്ന ആ ഒരു അതിനകത്ത് ഇങ്ങനെ പടം കണ്ടിറങ്ങിയിട്ട് എനിക്ക് തോന്നിയത് ആദ്യം പറയാൻ ഈ സാധനമാണ്. അതൊരു സംഭവം ഒരു പ്ലാസ്റ്റിക് പൂ വൈബാണ്. അതായത് പുള്ളിക്കാർ പറയുന്നുണ്ട് ഇത് പൂ പ്ലാസ്റ്റിക് ആണ് എന്നെ പോലെ എന്ന് പറയുന്നുണ്ട്. അതെ, ആ പടം കാണാനൊക്കെ ഭംഗിയുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, കളറും എല്ലാം കൊള്ളാം. പക്ഷെ എന്തോ ഒരു ഉള്ളിലൊന്നും ഇല്ലാത്ത ഒരു വൈബുണ്ട് പടത്തിന്. അതാണ് ഈ പ്ലാസ്റ്റിക് പൂ. അതായത് ഉസിരില്ലാതെ പ്ലാസ്റ്റിക് പൂവും ഉസിരെടുക്കുന്ന തുപ്പാക്കി എന്നാണ് ലാസ്റ്റ് പറയുന്നത്. ലാസ്റ്റ് ഇവർ അത് പറഞ്ഞിട്ടാണ് ആ വോയിസ് ഓവറിലാണ് ഇവർ കാറിലങ്ങനെ പോകുന്ന ഷോട്ട് വെക്കുന്നത്. അപ്പോൾ അതിലിങ്ങനെ ഈ പടത്തിൻ്റെ ഒരു അത് കഴിഞ്ഞിട്ട് ആ ലാസ്റ്റ് ഷോട്ട് എന്ന് പടം തീരുമ്പോഴുള്ള ഇൻക്രെഡിറ്റ്സിൽ ഷോട്ട് എന്ന് പറഞ്ഞാൽ ഒരു തോക്കും ഒരു റോസാപ്പൂ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ വിഷ്വൽ ഇമേജറീസ് ഒരുപാടുണ്ട്. നമ്മുടെ ട്രെയിലറിൽ കണ്ട ഷോട്ടുകളൊക്കെ ഇതിനകത്ത് ഭയങ്കര രസമാണ്. ഇഷ്ടംപോലെ ഈ സിലൗട്ട് വെച്ചുള്ള കളിയുണ്ട്. പിന്നെ സൂര്യൻ്റെ അകത്ത് വരുന്നത്, പിന്നെ റിഫ്ലക്ഷൻ ഷോട്ടുകൾ. ഇത് മറ്റേ നേരത്തെ പറഞ്ഞ ഷോട്ട് തന്നെ ഒരു ഇതിൽ പിന്നെ നിലത്ത് ഒരു ഈ സഞ്ജന കൊല്ലുന്ന സീനിൽ മറ്റേ ഇങ്ങനെ ചില്ല് പൊട്ടിക്കിടക്കുന്നു, ചെതറി കിടക്കുന്ന ചില്ല്, അതിൽ വില്ലന്റെ തല, ആ സാധനം. അത് മറ്റേ പിന്നെ അതായത് അവരെയൊക്കെ വളരെ ജനറിക് റൈറ്റിംഗ് ആണ് ഇവർക്ക്. പുള്ളിയൊക്കെ സെറ്റ് ഈ ജനറിക് റൈറ്റിംഗ് ആയതുകൊണ്ട് പുള്ളി ഇങ്ങനെ ഇതാണ് വില്ലൻ എന്നിങ്ങനെ സെറ്റായി വരാൻ കുറച്ചധികം സമയം എടുക്കും. അല്ലെങ്കിൽ നമ്മൾ പണം കണ്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ എടാ അവരെ പറഞ്ഞ ഡ്യൂട്ടി ചെയ്യുന്നു, നിങ്ങളാണ് തെറ്റ് ചെയ്യുന്നത്. പക്ഷെ ഗ്രാജുവലി ഈ ഡ്യൂട്ടി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവരെയും ഈ പറഞ്ഞ പോലെ അതെ അങ്ങനെ വരുന്നുണ്ട്. അപ്പം നമുക്കിങ്ങനെ അതിൽ പുള്ളി മറ്റേ ഒരു എപ്പോഴും സ്പീക്കർ സംസാരിക്കുന്ന ആ ക്യാരക്ടറിനോട് പറയുന്നുണ്ടല്ലോ, ഫോണിൽ സ്പീക്കർ സംസാരിക്കുന്ന ആളോട് പറയുന്നുണ്ടല്ലോ, ഒന്നുകിൽ നിങ്ങൾ എന്നെ പോലെ സിംഗിൾ ആയിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ ജോലി മനസ്സിലാവുന്ന പോലെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം. കറക്റ്റ് ഈ വാമിക ഗബ്ബിയുടെ ക്യാരക്ടർ ലോകേഷിൻ്റെ അടുത്ത് വരുന്നത് അതേപോലെ. അതായത് പുള്ളിക്കാരിക്ക് ഇവരുടെ ലൈഫ് എന്താണെന്ന് മനസ്സിലായിട്ടാണ് ഇവരുടെ കൂടെ നിൽക്കുന്ന പോലെ. അപ്പം അങ്ങനെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ കുറച്ച് എലമെൻറ്റുകളൊക്കെ നമുക്ക് പിന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ പറയാം, ഇങ്ങനെ കണക്ട് ചെയ്ത് സംസാരിക്കാൻ സാധനങ്ങളൊക്കെയാണ്. ആ പുള്ളിയെ പ്ലേസ് ചെയ്തപ്പോൾ പോലും ആ പുള്ളി അച്ഛനും മകളും ഒരു എലമെൻ്റ് ഉണ്ട്. ഏത് ഈ ഫോണിൽ സംസാരിക്കുന്ന പുള്ളിക്ക് ലാസ്റ്റ് ആ ഒരു പോയിന്റിൽ ആ ഒരു സ്റ്റോറിയിൽ അത് തന്നെ. അതുകൊണ്ടാണ് ഈ അച്ഛൻ മകൻ ഈ കുറച്ചധികം ഇങ്ങനെ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ടത്. ആ സാധനം എവിടെ കൊണ്ടാ നിർത്താൻ പോകുന്നത് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഈ പുള്ളി എന്താണ് ഞാൻ വിചാരിച്ചത് സ്ഥിരം പടങ്ങളിൽ അയാൾ മരിക്കുകയാണ് സാധാരണ, ഇല്ലേ? അങ്ങനത്തെ ആള് മരിക്കുകയായിരിക്കും. അല്ല, ഞാൻ ഏതെങ്കിലും പോയിന്റില് ഇവരെ ഈ ബോണി ആൻഡ് ക്ലൈഡ് ആയതുകൊണ്ട് തന്നെ ഇവർ ലാസ്റ്റ് ഇവരെ മരിക്കുമല്ലോ, അപ്പൊ ആദ്യം രക്ഷപ്പെടാനുള്ള ഫാക്ടർ പുള്ളിയായിരിക്കും. പുള്ളി പറയുന്നുണ്ടല്ലോ മറ്റേ ഇവിടെ രക്ഷിക്കാമെന്ന് ആദ്യം പറയുന്നുണ്ട്. അത് തന്നെ. എനിക്ക് ആക്ച്വലി ബോണി ആൻഡ് ക്ലൈഡിന്റെ മാത്രമല്ല, എനിക്ക് ഇടയ്ക്ക് ട്രൂ റൊമാൻസ്, പിന്നെ ഈ നാച്ചുറൽ ബോൺ കില്ലേഴ്സ്, ഇതിലൊക്കെ ഈ കപ്പിൾസിന്റെ കൈറ്റ്സ്, ഹൃതിക് റോഷന്റെ കൈറ്റ്സ്, അത് ഞാൻ കണ്ടിട്ടില്ല. വൈബ് ഇതല്ല, എന്നാലും ഈ റണ്ണാണ്. ഓക്കെ, നമ്മുടെ ഗില്ലിയിലൊക്കെ ഉള്ള പോലെ അർജുന വില്ലാണ്. അതെ, രുദ്രാക്ഷം
രുദ്രാക്ഷം നമ്മൾ മലയാളത്തിൽ ഒരു എക്സാമ്പിൾ പറയാം. പക്ഷെ അങ്ങനെ അതുമായിട്ട് കണക്ഷൻ അല്ല, ഒരു മൂഡ് മൂവി എന്ന് പറയാം. ഒരു കോൺട്രവേഴ്ഷ്യൽ എന്താന്ന് വെച്ചാൽ ഒപ്പീനിയൻ എന്താന്ന് വെച്ചാൽ എനിക്ക് കാസ്റ്റിംഗ് വർക്കായില്ലായിരുന്നു. എന്താ എനിക്ക് തോന്നി കണ്ടോണ്ടിരുന്നപ്പോൾ നിങ്ങൾ പറയുന്നത് പറ. ആരുടെ കാസ്റ്റിംഗ് ആണ് വർക്കാഞ്ഞ? പറ. ലൊക്കേഷനാണോ? രണ്ടുപേരുടെ. ആരുടെ? വാമികയുടെയും ലൊക്കേഷൻ. ഓക്കെ. പക്ഷെ വാമികയുടെ ആക്ച്വലി അതിപ്പോ ഒരു അൺപോപ്പുലർ ഒപ്പീനിയൻ ആയിരിക്കും. വാമികയുടെ ആക്ച്വലി അത് എനിക്ക് ക്യാരക്ടറിന് ഒരു നല്ല പവർ ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് തോന്നുന്നു ആ ഒരു കൽക്കട്ടയിൽ നിന്ന് വന്നു എന്ന എലമെന്റ് അതില്ലായിരുന്നെങ്കിൽ ആ ക്യാരക്ടർ കുറെ കൂടെ രസമാക്കാൻ തോന്നി. വാമിക്ക ആയതുകൊണ്ട് ഈ ഭാഷയുടെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അത് എവിടെയൊക്കെ ഇങ്ങനെ. പക്ഷെ ഡബ് ചെയ്തതും വാമികയല്ല, അല്ല മനസ്സിലായി. പക്ഷെ ഡബ് ചെയ്യുമ്പോഴും ഈ തമിഴ് പോലല്ലേ അതെ. പുള്ളിക്കാരി ഒറിജിനലി പറയുന്നത് മറ്റേ വേറൊരു മീറ്റർ ആയിരിക്കും. ചുണ്ടന ആ സാധനം നല്ല ഇമോഷണലി ഒരു സീൻ വരുമ്പം നമുക്ക് പുള്ളിക്കാരത്തേക്ക് ഭാഷ അറിയാത്തതിന്റെ ബുദ്ധിമുട്ട് ആക്ടിങ്ങിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സീൻ വൈസ് ഭയങ്കര രസമായിട്ട് തോന്നുന്ന സീൻ മറ്റേ ആ കാശ് മേടിക്കാൻ പോകുന്ന ഒരു മൊണ്ടാഷ്, ആ ഏരിയയിലൊക്കെയാണ് പുള്ളിക്കാരത്തേക്ക് ആളുകൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇഷ്ടപ്പെടാനുള്ള സെഗ്മെന്റ് അതാണ്. ഇമോഷണൽ സീൻ പൊതുവെ ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവിടെ എന്ത് ആക്ടിങ് കാണിച്ചാലും മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ അവിടെ വർക്കാവാതെ പോയിന്റ് ഒരു എലമെന്റ് എനിക്ക് തോന്നുന്നു ഇവരുടെ ആക്ടിങ് ആണ്. പിന്നെ പുള്ളി ത്രൂ ഔട്ട് സിംഗിൾ നോട്ടാണ്, അത് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അതാ ലോകേഷിന് ഈ ടൈപ്പ് പടം 1-2 ചെയ്യാം, അത് കഴിഞ്ഞാൽ നിർത്തണം. അല്ലെങ്കിൽ പുള്ളി ഈ പരിപാടി അല്ലാതെ വേറെ രീതിയിൽ ആക്ടിങ് ചെയ്തായിരുന്നു നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ പുള്ളിയുടെ പൊട്ടൻഷ്യൽ. പക്ഷേ ഇപ്പൊ ഈ പടം വിജയിച്ചോണ്ട് പുള്ളിയുടെ മനസ്സിൽ ഇനി ഇപ്പൊ ഡയറക്ഷന്റെ ആവശ്യമില്ല. അതെ, കൈവിട്ട് ഒന്നുകൂടെ തള്ളി വെച്ചിട്ട് ഇതേ മീറ്ററിൽ ഒരു പടം കൂടെ അഭിനയിക്കാം എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. എനിക്ക് ബേസിക്കലി പുള്ളി ഇഷ്ടപ്പെട്ടത് ലോകേഷ് എങ്ങനെയാണോ ഇതിനു മുമ്പ് പുള്ളി ക്യാമിയായിട്ടൊക്കെ വന്ന പടങ്ങൾ, പുള്ളിയുടെ പടങ്ങളൊക്കെ ക്യാമിയായിട്ട് വന്നപ്പോഴും പുള്ളി ഇങ്ങനെ തന്നെ അതേ സാധനത്തിനെ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുക. അപ്പോൾ ഈ പുള്ളിക്ക് വേണ്ടി അതായത് ഈ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യാം എന്നുള്ള ലൈനിലെടുത്ത് അങ്ങനെ അങ്ങ് പോയതാണ്. അപ്പോൾ എനിക്ക് അതും ഓക്കെയാണ്. അത് ഞാൻ അതുകൊണ്ട് എനിക്കതങ്ങനെ വലിയ പ്രശ്നം നല്ല രസമുണ്ട്. അതായത് മറ്റേ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം ഒരു ഇന്റർ കട്ടിലായിരുന്നു. ഈ ഇവനെ പിടിച്ച് തൂക്കിയിട്ട് ഇവളെ അതാണോ മറ്റേ ബമ്പാടി അതിന്റെ ആ സ്റ്റാർട്ടിംഗ് പോർഷനിൽ ഈ ഇന്റർ കട്ട്, ആ ഇന്റർ കട്ടിൽ കുറച്ചിങ്ങനെ ഡെയിലി ഫുഡ് കഴിക്കുന്ന ആ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഈ ഇമോഷൻ ചേഞ്ച് ആവുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും ആക്ടിങ് വൈസ്. പക്ഷെ ഈ 1 നോട്ട് ആക്ടിങ്ങും 1 നോട്ട് ക്യാരക്ടറും മാറാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നത് ഇത് നമുക്ക് ഗംഭീര പെർഫോമൻസ് എന്ന് എന്തോ പറയാൻ തോന്നിയില്ല. വാമിക്ക എസ്പെഷ്യലി എനിക്ക് വാമിക്കയാണ് ഒട്ടും വർക്കാകുന്നത്. എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഞാനിങ്ങനെ പടം കണ്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ പറയുകയും ചെയ്തത് ഇത് വാമികയെ ഏറ്റവും ഭംഗിയായിട്ട് ഞാൻ ഈ പടത്തിലാണ് കണ്ടത്. പുള്ളിക്കാരുടെ ഈ ക്യാരക്ടറും എനിക്ക് ഭയങ്കര രസമായിട്ട് പുള്ളിക്കാരിയെ കൊണ്ട് പ്ലേസ് ചെയ്തത് എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അത് ക്യാരക്ടർ കാരണം മേ ബി അങ്ങനെ ആവാം. പക്ഷേ എനിക്കത് പുള്ളിക്കാരി എനിക്ക് ഭയങ്കര ആ ക്യാരക്ടറായിട്ട് എൻ്റെ മനസ്സിൽ പുള്ളിക്കാരി ഭയങ്കര സെറ്റായി. എനിക്ക് ആ പുള്ളിക്കാരത്തിയാണ് ആ ക്യാരക്ടറിന്റെ ഫുൾ പൊട്ടൻഷ്യൽ റിയലൈസ് ചെയ്യാൻ പറ്റാൻ. ലാസ്റ്റ് രണ്ടുപേരും കൂടെ വണ്ടി ഇരിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതായത് ഞാൻ പറയട്ടെ, അതായത് നിനക്കൊരു സീൻ വരുമ്പോൾ ഇഷ്ടപ്പെടാത്തൊരു സീൻ, അങ്ങനെ ഒരു സീൻ നിനക്ക് വലിയ താല്പര്യമില്ല. ആ സീൻ വരുമ്പോൾ ആക്ടിങ് ഡ്രോപ്പ് ആയാലും ചിലപ്പോൾ നീ മൈൻഡ് ചെയ്തില്ലായിരിക്കും. അതായത് മറ്റേ അത് കുറച്ച് ഇമോഷണൽ എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു സംഭവമാണ്. അവിടെയൊക്കെയാണ് വല്ലാണ്ട് പടം ഡ്രോപ്പ് ആവുന്നത്. ഇത് ഇമോഷണലി വർക്കാവുന്ന സാധനം നമ്മൾ സ്ക്രീനിൽ കണ്ടാലും അത് ഡയറക്ഷൻ, റൈറ്റിംഗ്, ആക്ടിങ് എവിടെയാണെന്ന് അറിയത്തില്ല. ബട്ട് ഓവറോൾ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കും ഇതിനു മുമ്പ് കണ്ടുകൊണ്ടിരുന്ന ഒരു ക്വാളിറ്റി ഇല്ലല്ലോ ഈ സീനിന് തോന്നുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കൊച്ചിനെ കണ്ടുള്ള ഏരിയ, അതേപോലെ തന്നെ ഇവർ രണ്ടും കൂടെ വണ്ടിക്കകത്ത് ഇരുന്നിട്ട് ഈ രണ്ടുപേരും ആ പോയിന്റ് ഉണ്ടല്ലോ, ഇവനൊരു പേടിയുണ്ട് അടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലായി രാത്രിയിൽ സംസാരിക്കുന്നത്. അതെ. അപ്പൊ ആ സീനിന്റെ പോലീസ് സ്റ്റേഷനിൽ രക്ഷിച്ചോണ്ട് വന്നതിന് ശേഷം ആ സീനിന്റെ ബെസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ മറ്റവന്റെ ആക്ടിങ് ആണ്. മറ്റേ ഒന്നെങ്കിൽ വായു വെക്ക്, അല്ലെങ്കിൽ അത് കൊട്ടിക്കൊണ്ടിരുന്ന എന്താ അർത്ഥം ചോദിക്കത്തില്ല. അപ്പൊ അതിനൊരു ഇമോഷണൽ റെസ്പോൺസ് ഉണ്ട്, ചിരി. ബട്ട് മറ്റവരുടെ സീനിന് ഒരു റെസ്പോൺസും ഇല്ലാതാവുന്നത് ഒന്നെങ്കിൽ ആക്ടിങ് അല്ലെങ്കിൽ എന്തോ എലമെന്റ് കാരണം അത് വർക്കാവുന്നില്ല. അപ്പം എനിക്ക് ത്രൂ ഔട്ട് വാമിക്കയുടെ എന്താണ് പുള്ളിക്കാരത്തി ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ലായിരുന്നു. ഏറ്റവും രസമായിട്ട് തോന്നിയ എലമെന്റ് മറ്റേ ഈ കാശ് മേടിക്കാൻ ഭയങ്കര മൊണ്ടാഷിൽ ഭയങ്കര രസം. അതായത് ഡയലോഗ് പറയാത്ത സീക്വൻസ് അവിടെ നമുക്ക് അറിയണ്ട എന്താണ് ഡയലോഗ് ഡെലിവറി. എപ്പോൾ വന്നാലും എന്തോ ഒരു വർക്കാവുന്നില്ലായിരുന്നു. അത് അവർ കവർ ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്. അതായത് കൽക്കട്ടയിൽ നിന്ന് വന്നു, എല്ലാ ഭാഷയും പഠിച്ചു. അതാണ് അത് അവരുടെ ഒരു മറ്റേ എന്താ പറയുക, നമ്മൾ മറ്റേ കൺവിൻസിങ് പരിപാടിയാണല്ലോ. കൺവിൻസിങ് സ്റ്റാർസിന്റെ പരിപാടിയല്ലേ. അതെ.
അതായത് ഈ ക്യാരക്ടർ എന്തുകൊണ്ടാണ് കറക്റ്റായിട്ട് തമിഴ് സംസാരിക്കാത്തത്? അവർ കൽക്കട്ടയിലാണ് സാർ വന്നത് എപ്പോ ചെറുപ്പത്തിൽ 18 വർഷമായി ഇവിടെ വന്നത്. അതെ 18 വർഷമായി. അപ്പൊ എല്ലാ ഭാഷയും ഞാൻ ഈ കട്ടിലിൽ കിടന്നാണ് പഠിച്ചത് എന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. ഉറവുകൾ തുടർക്കഥയും ആ തുടക്കം മറ്റേ ഇവന്റെ അച്ഛന്റെ ഫോണിൽ അടിക്കുന്നത്. അതായത് ഒരു ഉറവ് എനിക്ക് ഇല്ലെന്ന് പറയുന്നുണ്ടേ. പാട്ട് പുള്ളി ശ്രദ്ധിച്ചിട്ടുണ്ട്. മറ്റേ ആദ്യം മരിക്കുന്ന നായിക പാടുന്ന പാട്ടുകളുടെ മരിക്കുന്ന നായിക ആദ്യം പാടുന്ന പാട്ട് ഈ ഉറവുകൾ തുടർക്കഥ. അതെ അപ്പൊ അത് അമ്മ ഓർമ്മ വരും. അപ്പൊ അമ്മ ഓർമ്മ വരുന്നു. അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ ഏറ്റവും കൂടുതൽ കേട്ടത് ഈ പാട്ടാണെന്ന് പറയുന്നത് അതാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി പാടുന്നത് എന്തായിരുന്നു ഇതുപോലെ തന്നെ. അതായത് അതിന്റെ മീനിങ് എന്തായിരുന്നു മറ്റേ പിന്നെ ക്യാമറ വർക്ക് ത്രോട്ട് ഒരു ഹാൻഡ് ഹെൽഡ് വൈബാണ്. മുകേഷ് ജി എന്നാണ് ക്യാമറ. എനിക്ക് ആക്ച്വലി അങ്ങനെ ഒരു പടം, അതായത് നമുക്ക് ഈ ക്യാരക്ടേഴ്സും അതിന്റെ പരിപാടികളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഈ ബാക്കി നമ്മൾ ഈ ടെക്നിക്കാലിറ്റി ഒക്കെ കുറച്ചധികം റിമൂവ് ചെയ്ത് എനിക്ക് തോന്നുന്നു. ഒരുപാട് ലൈറ്റ് ആർട്ടിഫിഷ്യൽ ലൈറ്റും സമയമെടുത്ത് സെറ്റ് ചെയ്ത് അല്ലാത്തൊരു വൈബുണ്ട്. ഇച്ചിരി ഹാർഡ് ലൈറ്റും പരിപാടികളൊക്കെ അല്ലേ. അങ്ങനെ ഹാൻഡ് ഹെൽഡും ഒക്കെ ആയിട്ട് കുറച്ച് കുറച്ച് എളുപ്പം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു സെറ്റപ്പിലൊരു സംഭവം ഷോർട്ട് ഫിലിം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. അല്ല അപ്പൊ നമ്മുടെ മറ്റേ നെൽസന്റെ ഒരു പടം ഇറങ്ങും. അങ്ങനെയാണെങ്കിൽ ക്യാമറ അനക്കാതെ വെച്ചിട്ട് ഒരു സാരം ചെയ്യാം. അതാണ് അതെ. ജയിലർ വരുമ്പോഴത്തേക്കും ഇതിന്റെ സിനിമാറ്റോഗ്രഫി കൊള്ളാം എന്നാൽ ഇതുപോലെ ഒരു പടം എടുക്കാം. ഒരിക്കലും ക്യാമറ മൂവ് ചെയ്യുന്നില്ല. ക്യാമറ ഇങ്ങനെ ഇരിക്കുകയാണ് മൊത്തത്തിൽ. ഇവർ ഈ മെജോറിറ്റി ഷോട്ടുകൾ ശ്രദ്ധിച്ചാൽ മതി. ഈ മിഡ് ടു ക്ലോസപ്പാ മെജോറിറ്റി ഷോട്ട്സും മിഡ് ടു ക്ലോസപ്പ് ഹാൻഡ് ഹെൽഡ്. അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ അതിനകത്ത് ഇങ്ങനെ മറ്റേ ഡോളം മറ്റേ ഒഡീസിക്കകത്ത് അവര് മറ്റേ നമ്മൾ പറഞ്ഞില്ലേ മറ്റേ ഇതിൽ പോണ പോലെ നമ്മളെല്ലാം ഇവരുടെ അടുത്ത് നിൽക്കുന്ന പോലെ എല്ലാ ഷോട്ടും ഇങ്ങനെ ഭയങ്കര ക്ലോസ് ടു മിഡിൽ ഹാൻഡ് ഹെൽഡിൽ. ലാസ്റ്റ് വണ്ടി ബ്രേക്ക് ഇടുമ്പോൾ അതിനകത്ത് ക്യാമറമാൻ ഉൾപ്പെടെ ഇത് സാരല്ലേ. അതാ ഞാൻ പറഞ്ഞത് മറ്റേ പോലീസുകാരനും അവന്റെ അയാളുടെ കൊച്ചും മറ്റേ മരിച്ചു പോകുന്ന അച്ഛനും മോനും അയാളുടെ അച്ഛനും ഈ മരിച്ചുപോയാളും പിന്നെ തലേവാസ വിജയുടെ വിജയും മകനും. അങ്ങനെ ആ സീനിന്റെ അകത്ത് എനിക്ക് കുറച്ച് അതുവരെ ഒരു ഇതും ഇല്ലായിരുന്നു. പക്ഷെ ആ അമ്മ വന്നിട്ട് പുള്ളിക്കാരുടെ ആക്ടിങ് എന്ന് പറഞ്ഞില്ല, പുള്ളിക്കാരൻ എന്തോ ഭയങ്കര റിയലിസ്റ്റിക് ഒരു പുള്ളിക്കാരന്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നു. ഇന്നേ വരെ കണ്ടിട്ടില്ല പടത്തിൽ. പക്ഷെ അവരുടെ പേടി കുറച്ച് റിയൽ ആയിട്ട് ഫീൽ ചെയ്തായിരുന്നു. മകനെ ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നു നിർത്തി കഴിഞ്ഞിട്ട് അവരിങ്ങനെ നടന്നു പോയി കഴിഞ്ഞിട്ട് പിന്നെ ആ പോലീസുകാരനെ കാണിക്കത്തില്ലേ. അപ്പൊ പുള്ളിയുടെ പേടി കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ ഈ പോലീസുകാരെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. പുള്ളിയെ എന്തിനാ ഇങ്ങനെ കുറച്ചധികം നേരം ഇങ്ങനെ ഈ കണ്ണാടി വെച്ച അപ്പം ആ വെടി പൊട്ടി കഴിയുമ്പോൾ പുള്ളി ഇങ്ങനെ എന്തോ ചിന്തിക്കും. പുള്ളിയുടെ മനസ്സിൽ അതായത് പുള്ളിയോട് പറയുന്നുണ്ടല്ലോ ഫാമിലി വീക്ക്നെസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്കറിയാം ഇതാണ്. അതായത് ഇവരെ എത്ര വലിയ ആൾക്കാരായാലും അവരെ പിടിക്കാൻ എളുപ്പം അവരുടെ ഫാമിലിയെ ഇത് ചെയ്യുക എന്നുള്ള സംഭവമാണ്. ഫാമിലിയാണ് വീക്ക്നെസ്. അപ്പോൾ ഇപ്പോൾ അവിടെ അവസാനം കഥയിൽ എന്താ സംഭവം, ഈ ഫാമിലി വീക്ക്നെസ് ഉള്ള ആളാണ് ലാസ്റ്റ് രക്ഷപ്പെട്ടത്, ചാവാതെ രക്ഷപ്പെട്ടത്. അതെ. അപ്പോൾ പുള്ളി പറയാതെ പറയുന്നത് ഫാമിലി വീക്ക്നെസ് അല്ല, ഫാമിലി എൻ്റെ സ്ട്രെങ്ത് ആണ്. മേ ബി അങ്ങനെ എടുക്കും. പുള്ളി മനഃപൂർവ്വം തെറ്റിച്ചാൽ വെടിവെക്കുന്നത്. അതായത് അവൻ കാണണം പുള്ളി ഇവനുണ്ടെന്ന്. എന്നിട്ട് അവൻ വന്ന് വെടിവെച്ച് കൊല്ലണം. അല്ല മറ്റേ പുള്ളി ഫോൺ ചെയ്തിട്ട് പുള്ളി അവിടെ വെച്ചിട്ട് മനഃപൂർവ്വം അവൻ പുള്ളിക്ക് കൊള്ളിച്ച് വെടിവെക്കാം. പക്ഷേ പുള്ളി കൊള്ളിച്ച വെടിവെക്കുന്നത് അവൻ വന്ന് പുള്ളി രക്ഷിക്കുന്നവനറിയാം. പൊള്ളിച്ച് വെടിവെക്കാൻ അവരെന്നെ കണ്ട് തിരിച്ചു വന്ന് എൻ്റെ മോളുടെ ഫോൺ എടുത്തിട്ട് അവളോട് പറയണം അച്ഛനും അച്ഛൻ്റെ കൂട്ടാളികളും വെടികൊണ്ട് കിടക്കാറ് ഒരു ആംബുലൻസ് അയക്ക്. ഇതവൻ പറയുമെന്ന് പുള്ളി നേരത്തെ കണ്ടിട്ട് പുള്ളി വെടി മാറ്റി വെച്ച്. പുള്ളിക്കറിയാലോ അപ്പൊ ഉള്ള സെന്റിമെന്റ്സ് ഉള്ള അതെ അച്ഛനുള്ള ആളാവാൻ. കാരണം പുള്ളി മറ്റേ പുള്ളി കൂടെ കാണാൻ പോണത് അപ്പനെ. ആ സാധനമൊക്കെ ഉള്ളത് ഒരു ചെറിയൊരു നോൺ ലീനിയർ പരിപാടി ഉണ്ടായിരുന്നു. ഇനിഷ്യലി അവിടെ തുടങ്ങി അവിടെ വന്ന് പടം എൻഡ് ചെയ്യുന്നു. അച്ഛനിൽ നിന്നാണ് തുടങ്ങുന്നത്. അതായത് ലോകേഷിന്റെ അച്ഛൻ ക്യാരക്ടർ, ആ അച്ഛൻ ക്യാരക്ടറാണ് അഭിനയിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഷോട്ട് കസ്തൂരി രാജ. അതായത് ധനുഷിന്റെ സെൽവരാമന്റെ അച്ഛനാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. മറ്റേ സാധനം കൊള്ളായിരുന്നു. പക്ഷെ അത് ഇവര് ഈ അരസ് എന്ന് പറയുന്ന പേരുള്ള ആളാണ് ഇത് മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ അത് അരസ് ഗവൺമെന്റിനെതിരെ എന്നുള്ള സാധനം. പക്ഷെ അത് വേറെ ചില പടങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ നമ്മളിങ്ങനെ ഊഹിച്ചെടുക്കേണ്ട ഒരു എലമെന്റ് ആയിട്ട് വരേണ്ടത് ഇതൊരു പോലീസുകാരൻ വന്നിട്ട് അതെന്നാ ഒരു അരസെന്ന് പേര് വെച്ചിട്ട് ഈ പടം കംപ്ലീറ്റ്ലി ഇപ്പോൾ ഒരു ഒറ്റ ഇവന്റിൽ അങ്ങ് പോവല്ലേ. ഒരു ഇവന്റ് തുടങ്ങി പിന്നെ അതിന്റെ ബാക്കിൽ അങ്ങ് പരിപാടി അങ്ങ് തീർന്നു പോവാണ്. അതാ മറ്റേ നമ്മൾ ഈ പറഞ്ഞ ക്യാപ്റ്റൻ മില്ലറിൽ ഒരുപാട് കഥ പറയാൻ പോയപ്പോൾ ഇത് കഥയുണ്ട് ഒരു ഇവന്റ് നടക്കുന്നു. അതല്ല ഞാൻ പറഞ്ഞത് ഈ സാധാരണ ചില ഡയറക്ടേഴ്സ് ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു സാധനം ഇതിനകത്ത് ആ പോലീസുകാരനും ആ പുള്ളിയും തമ്മിലുള്ള ഡയലോഗിനകത്ത്
ഡയറക്റ്റ് മനസ്സിലായി. ഡയറക്ട്ലി അവർ ഡയലോഗിലൂടെ അത് കൺവേ ചെയ്യും. അരസ് എന്നുള്ള എലമെന്റ് അത് നമ്മളിങ്ങനെ, കാരണം എനിക്ക് തോന്നുന്നത് രജിസ്റ്റർ ആകത്തില്ലെന്ന് തോന്നിക്കാണ് ഈ അരസ് എന്നുള്ളത് വല്ലപ്പോഴൊക്കെ വരുന്നത്. കാരണം ആ ചെറുപ്പത്തിൽ ആ സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചിലപ്പോൾ ഇവർക്ക് ഇപ്പം റൈറ്ററായിട്ടിരുന്നാൽ ചിലപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നുമില്ല. ഈ സാധനം ഒന്ന് പറഞ്ഞാൽ രസമായിരിക്കുമല്ലോ. ഇപ്പം നമ്മുടെ തരുൺമൂർത്തി പറഞ്ഞാലേ ലാലേട്ടനെ പോലീസ് പിടിച്ചോണ്ട് പോകുമ്പോൾ ഇങ്ങനെ നോക്കിയാൽ പോരാ, നോക്കിയിട്ട് നിന്റെ കഥ ഞാൻ തിരുത്തി എഴുതും എന്ന് ഒരു ഡയലോഗ് പറയണം. ഇപ്പൊ മറ്റേ പുള്ളി പറഞ്ഞല്ലോ ഒന്നുകൂടെ സ്പൂൺ ഫീഡ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അടിച്ചു കയറി പോയാൽ മറ്റേ ഉന്മാദത്തിന്റെ. അതുപോലെ ആ ഡയലോഗ് പറഞ്ഞാൽ അവിടെ ഒരു രസം ഉണ്ടാവുമല്ലോ എന്ന് റൈറ്ററിനോ ഡയറക്ടറിനോ തോന്നിയിട്ടുണ്ടാവും. അതെ, ഡയറക്ടർ തന്നെയാണ് റൈറ്ററും, പിന്നെ ഒരു കോ റൈറ്റർ ആളുണ്ട്, പിന്നെ ഡയലോഗ്സ് എഴുതിയതും അരുൺ മാധേശ്വരനും വേറൊരാളും കൂടെ. ഈ അരുൺ മാധേശ്വരൻ ആക്ച്വലി ഡയലോഗ് റൈറ്റർ ആയിരുന്നു. പുള്ളി ഇതിനു മുമ്പ് കുറച്ച് മെയിൻ പടങ്ങളിൽ ഡയലോഗ് റൈറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് സ്ക്രിപ്റ്റിന്റെ റൈറ്റിങ്ങിനൊക്കെ ഡയലോഗ് റൈറ്റിംഗ് ഇഷ്ടപ്പെട്ടു. പലതിന്റെ വാക്കുകളില്ലേ, നമ്മൾ ഈ പോലീസുകാർ സംസാരിക്കുന്ന കാര്യങ്ങളിലും ചില വാക്കുകൾ നമ്മൾ കോമൺലി യൂസ്ഡ് സാധനമല്ല, കുറച്ചെന്തോ നമുക്ക് പരിചിതമല്ലാത്തൊരു പോലീസുകാർ അങ്ങനെ ആയിരിക്കും സംസാരിക്കാൻ തോന്നിട്ട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അരുൺ മാധേശ്വരൻ ആക്ച്വലി ഡയലോഗ് റൈറ്ററായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് നല്ല കുറേ പടങ്ങളിൽ ഡയലോഗ് റൈറ്റ് ചെയ്തിട്ടുണ്ട്. സുധാ കൊങ്ങരയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏത് പടത്തിലായിരുന്നു എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇരുതി സുട്ടറാണോ മറ്റേ ഏതോ പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് മറ്റേ നാസ് ആവറതുക്ക് മുന്നാടി നീ സാഗമട്ടെ, അത് അവിടെയൊക്കെ അനിയുടെ മറ്റേ താളം ട്രിപ്പ് കിടക്കും. നല്ല ഫുൾ ഫ്ലെഡ്ജ് പോകുമ്പോഴേക്കും ഡയലോഗ് ആവശ്യമില്ലാത്ത പോലെ. അതെ അതെ. അല്ല, അത് ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഈ അനിയുടെ മ്യൂസിക് ഇങ്ങനെ ഡയലോഗിന് മേളിൽ കയറി പോകും. നമുക്ക് പല ഡയലോഗും അങ്ങനെയുള്ളപ്പോഴാണ് എനിക്ക് തോന്നി ഇപ്പൊ സൺ പിക്ചേഴ്സ് വന്നിട്ട് എടാ ഇതൊക്കെ കുറച്ച് സ്ലോ ആണ്, അടിച്ചടിച്ച് വിട്. അത് ചെറിയ ട്രാക്ക് ആയിരുന്നായിരിക്കും. ഇത് ഇങ്ങനെ ചില ട്രാക്ക് ഉണ്ടല്ലോ അത് റിപ്പീറ്റ് ഇങ്ങനെ ചെയ്യുമല്ലോ, മറ്റേ ആ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്ന അതുപോലെ താളം ട്രിപ്പിന്റെ സ്റ്റാർട്ടിങ് പോലെ സൺ പിക്ചേഴ്സ് ആയിരുന്നു. അത് അനിരുദ്ധ് വന്നതിന് ശേഷമാണ് സൺ പിക്ചേഴ്സ്. അതെനിക്ക് അറിയത്തില്ല. ഈ അനിരുദ്ധ് വന്നത് തന്നെ പരിപാടി ഇനീഷ്യൽ അനൗൺസ്മെന്റ് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ ഫൈറ്റ് ചെയ്യുന്ന PC സ്റ്റണ്ട്സ് അവരെ അതിന് മുമ്പ് ചെയ്തേക്കുന്നത് എനിക്കറിയത്തില്ല. അത് അതൊരു ടീമാണോ തോന്നുന്നു. നല്ല ഒന്ന് രണ്ട് ഇങ്ങനെ അതായത് ഈ ഫൈറ്റ് ബേസിൽ കുറെ കൂടെ ഈ എന്താ പറയാ ഒരുപാട് സിനിമാറ്റിക് ആക്കാതെ കുറച്ച് അല്ലേ, അതായത് എന്താ പറയാ ഒരുപാട് സ്റ്റൈലൈസ്ഡ് അല്ല എന്നാ ഒരുപാട്. പക്ഷെ ആ ഇന്റർവെൽ പോർഷൻ ആണ് കുറെ കൂടി സിനിമാറ്റിക് ആക്കിയത്. ബാക്കിയെല്ലാം ഇന്റർവെല്ലിൽ മറ്റേ ഈ എല്ലാവരും കുത്തിക്കൊല്ലുന്നത് അതിനകത്ത് ഇച്ചിരി കൊറിയോഗ്രാഫി കുറച്ചുണ്ട് അതിനകത്ത്. അത് പക്ഷെ അത് മറ്റേ മ്യൂസിക് വന്ന് നല്ല പീക്കിൽ നിൽക്കുന്നുണ്ട്. അത് മൊത്തത്തിൽ അതില്ല, അത് അവിടെ തന്നെ അവിടെ ഫൈറ്റ് നോർമൽ ആണെങ്കിലും ഇവിടെ സാധനം ഉണ്ടല്ലോ, ഹെൽപ്പ് ചെയ്യാൻ മ്യൂസിക് ഉണ്ടല്ലോ. അല്ല ഞാൻ പറഞ്ഞ ഇവര് തമ്മിൽ കണ്ടുമുട്ടുന്ന സീക്വൻസ് ഭയങ്കര രസമുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ തുടങ്ങി അത് എൻഡ് ചെയ്യുന്നില്ലേ അല്ല രക്ഷപ്പെടുത്തിയിട്ട് ഇവനറിയാം അവിടെ നിന്ന് ഇട്ടേച്ച് എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാലും വന്നിരുന്നെങ്കിൽ എന്നുള്ളൊരു പോയിന്റിലാണ് പുറത്തിറങ്ങുന്നത്. അപ്പൊ ആ സീക്വൻസ് എൻഡ് ചെയ്യുന്ന രസമുണ്ടായിരുന്നു, അത്രയും പോയിന്റ്. അപ്പൊ അവിടെയാണ് ഞാൻ പടത്തിൽ ആക്ച്വലി ഇന്നാണ്. അതിനു മുമ്പുള്ളതൊക്കെ നമ്മൾ ഈ തമിഴ് പടത്തിൽ പൊതുവെ കാണുന്ന ഈ പറയുന്ന പോലെ എന്താ ലോക്കൽ അടിതടി കുണ്ടാ സെറ്റപ്പ് പരിപാടികളൊക്കെയാണ്. അതെ അതെ, നമ്മൾ ഈ ലോക്കൽ ഇങ്ങനെ പണ്ട് കുറച്ച് പടം ഉണ്ടായി ഇതുപോലെ. ഇപ്പം നമ്മുടെ കാർത്ത് സുബ്രാൻ്റെ പുതിയൊരു പടം വരുന്നുണ്ട്. അതിലും ഈ ഒരു വളരെ ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ ഈ ആക്ഷൻ സുബ്രഹ്മണ്യപുരത്തിൻ്റെ ഒക്കെ ആ ഒരു സംഭവം ഉണ്ടല്ലോ. പിന്നെ രസമുള്ള രണ്ട് സംഭവം ഈ ഡോക്ടറെ ആ സീൻ ഭയങ്കര രസമുണ്ടായിരുന്നു. അതിനെ എക്സ്പെക്ട് ചെയ്യാത്തൊരു ഒരാളും കൂടെ ഉള്ളതെന്ന് പറഞ്ഞിട്ട് അതും രസമുണ്ടായിരുന്നു. ഈ പോലീസ് സ്റ്റേഷനിൽ ഗണ്ണ് ലോഡ് ചെയ്യുന്ന പ്രോസസ്സ് രസമുണ്ടായിരുന്നു. ഫയലെ കുത്തി അതെന്റെ സാധനമായിരുന്നു പോയി. ഓഫ്, ഞാനത് ഷൂ വെച്ചിട്ടാണ് ഉപയോഗിച്ചത്. അതൊക്കെ വേറെ ഒരുപാട് ഇംഗ്ലീഷ് പടം, അതൊക്കെ ഒരുപാട് ഇംഗ്ലീഷ് പടത്തിൽ കാണിച്ചിട്ടുള്ള സാധനമാണല്ലോ. അത് ഇവിടെ കാണിച്ചിട്ടില്ലല്ലോ. അതാളുകൾ മറക്കും. അപ്പോഴത്തേക്കും അതെ, അപ്പോഴത്തേക്കും നീ നിന്റെ പടം എടുക്കുവാണെങ്കിൽ ആ സീൻ വെക്ക്. ഇല്ല, പല്ല് വെച്ചിട്ട് ചെയ്തായിരുന്നു. ഇതൊക്കെ പറ. ഇത് നീ യാഷിനോട് പറ. അപ്പോൾ ടോക്സിക് 2 എടുക്കും പുള്ളി. അതെ, ലൈനിട്ട് വലിക്കുന്നൊരു വരെ ഇതെന്റെ പല്ലിൽ കുത്തി ഞാൻ ലോഡ് ചെയ്യാന്നൊക്കെ പറയും പുള്ളി. എഡിറ്റ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മറ്റേ ആ നേരത്തെ പറഞ്ഞതിന്റെ ഒരു വലിച്ചിട്ട് അതേ ഉള്ളൂ. അത് എവിടുന്നാണ് അല്ല അതാ പറയാം, ഈ എവിടെ പ്രശ്നമുണ്ടെന്ന് നമുക്ക് തോന്നുന്നു അവിടെയൊക്കെ നിങ്ങൾക്ക് ആശ്വാസമായിട്ട് അരുതുണ്ട്. അതായത് നിങ്ങൾക്ക് സിനിമയിൽ എവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു ഡ്രോപ്പ് തോന്നുന്നു അവിടെയൊക്കെ ഇപ്പൊ കേട്ടതെങ്കിൽ ഇപ്പൊ വലിച്ചുണ്ടോ ഇല്ല സെറ്റായി അത്രേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നവരാണ്. പക്ഷെ എനിക്ക് മനസ്സിലായത് ഈ സിനിമയുടെ ഏറ്റവും നല്ല ഡിസിഷൻ, ഇത് ആരെടുത്ത ഡിസിഷൻ ആണല്ലോ ശരി, ഇങ്ങനൊരു സിനിമയ്ക്ക് അവരുടെ ഏറ്റവും നല്ലൊരു ഡിസിഷൻ ആയിരുന്നു അനിരുദ്ധിനെ കൊണ്ട് മ്യൂസിക് ചെയ്യിക്കുക എന്നുള്ളത്. ഇത് അനിരുദ്ധ് അല്ല ചെയ്തിരുന്നെങ്കിൽ ഇതൊരു ഇല്ല. പക്ഷേ എനിക്ക് ചെറിയ ഡൗട്ടേ ഉള്ളൂ, ഇതിന്റെ ഈ ഫുൾ പടത്തിന്റെ ടോൺ ഇതായിരുന്നു എന്നുള്ളൊരു ഡൗട്ട്. അതാ ഞാൻ പറഞ്ഞത്, അതായത് ഒറിജിനൽ ടോൺ. അതായത് ഇപ്പൊ അനിരുദ്ധ് അല്ലായിരുന്നു ഈ സിനിമയെങ്കിൽ ഇത് മറ്റേ ഈ പുള്ളിയുടെ ഇതിനു മുമ്പുള്ള പടങ്ങൾ പോലെ തന്നെ ആൾക്കാർ കണ്ടിട്ട് കുറച്ച് പേര് പറയും എടാ ഇതിനകത്ത് കുറച്ച് വയലൻസ് പരിപാടിയൊക്കെ ഉണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ബട്ട് അരുൺ മാധേശ്വരൻ എല്ലാ സിനിമയ്ക്കും സംഭവിക്കുന്ന പോലെ
ഇതും അങ്ങനെ ഒരു വളരെ കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആവും. പക്ഷേ എനിക്കിങ്ങനെ ഡൗട്ടാണ്, ഇവ 2 ടോൺ, വിഷ്വലി ഒരു ടോണും അനിരുദ്ധിന്റെ ഒരു ടോണും ഉണ്ട്. പിന്നെ അനിരുദ്ധ് ഈ ഇനീഷ്യൽ ടോൺ അറിയാവുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ എക്സ്പെരിമെന്റിലൂടെ പുള്ളി വേറെ കുറെ സാധനങ്ങൾ. അതാണ് എനിക്ക് കണ്ടുകൊണ്ടുന്ന പോലെ പുള്ളിയുടെ ഈ അനിൽ മാധേശ്വരൻ്റെ ചാപ്റ്റർ വൈസ് സ്റ്റോറി, കാരണം സ്റ്റോറി പറയാൻ പറ്റും. പുള്ളിക്ക് ഇപ്പം പാർവതി എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ പാർവതിയുടെ കഥ പറയും. ദാസ് എന്ന് പറഞ്ഞൊരു ടൈറ്റർ പടമായാണ്. ടൈറ്റർ അതിൽ അത് ഭയങ്കര ലെങ്തി പടവും അല്ല, മറ്റേ ആ പാർവതിക്ക് മുമ്പുള്ള പോർഷൻ അത്ര സ്ട്രെങ്ത് ഉള്ള പോർഷൻ അല്ല. പാർവതി തുടങ്ങുവാണെങ്കിൽ ഞാൻ പറഞ്ഞ തുടങ്ങുന്നുള്ളതല്ല, പുള്ളി ഇതാക്കുവാണെങ്കിൽ ടൈറ്റിൽ ഇടാൻ വേണ്ടി ഈ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ 3, അതായത് ഈ ദേവദാസിലെ മെയിൻ 3 ക്യാരക്ടേഴ്സിന്റെ പേരിൽ 3 ചാപ്റ്ററായിട്ട് ഒരുപക്ഷെ ഫസ്റ്റ് ഹാഫിൽ പുള്ളി ഇതിനെ സ്പ്ലിറ്റ്. ഇപ്പോൾ ദേവദാസ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയിട്ട് ഇവന്റെ ക്യാരക്ടർ വന്നു ഇവളുടെ അടുത്ത് എത്തുന്നവരെ കാണും. പിന്നെ പാർവതി എന്ന് പറഞ്ഞിട്ട് ഇത് അവിടെയും ചാപ്റ്റർ വൈസ് ഈ ടൈറ്റിൽ മാത്രമല്ല, ബാക്കിയെല്ലാം സെയിം സംഭവം. അങ്ങനെ ബേസിക്കലി എനിക്ക് അങ്ങനെ അത് ഭയങ്കര ഇഷ്ടമാണ്, ഈ ചാപ്റ്റർ വൈസ് പരിപാടി പറയുന്നതും. എനിക്ക് സ്ക്രീനിൽ ഓൺ സ്ക്രീനിൽ ഈ ടൈപ്പോഗ്രഫി വരുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഡൗട്ട് തോന്നിയത്, ഇതിന് അങ്ങനത്തെ ഒരു ട്രാക്ക് ഇല്ലാതെ ഇത് ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ പുള്ളിക്ക് ഈ സാധനം ഈ ടൈപ്പോഗ്രഫി എവിടെയെങ്കിലും വെക്കണം. നീ ആലോചിച്ചൊക്കെ ഇതിനകത്ത് ഒരുപാട് സ്ഥലങ്ങളുടെ പേര് കാണിക്കുന്നില്ലേ. ഇതിനകത്ത് ആക്ച്വലി സാധനം ടൈപ്പോഗ്രഫി വെക്കുമ്പോൾ പുള്ളി മറ്റേ അതിനൊരു മ്യൂസിക്കൽ ക്യൂ ആണ്. അതാ പറഞ്ഞ ഈ ലാസ്റ്റ് മാഡ്നസ് മീറ്റ്സ് മാഡ്നസ് വരുമ്പോൾ അതിങ്ങനെ വന്ന് പോകും. അതെ, ഇന്റർവെൽ എന്ന് എഴുതുന്നതിന് പകരം അപ്പോൾ അവിടെ ഈ ടൈപ്പോഗ്രഫി വെക്കുന്നത് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം തോന്നുന്നു. അപ്പോൾ അത് കാരണം ഇതിനു മുമ്പുള്ള എല്ലാ പടം ശ്രദ്ധിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഈ പുള്ളിയുടെ ടൈപ്പോഗ്രഫി. പുള്ളി ഉപയോഗിക്കുന്ന ഫോണ്ടും അതിൻ്റെ കളറും ഭയങ്കര രസമാണ്. അത് ഈ ടറന്റീനോയുടെ ഒരു ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് പുള്ളി അത് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പം എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അത് അങ്ങനെ ഓൺ വെക്കാൻ. ആവശ്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ചിലപ്പോൾ അങ്ങനെ വെച്ചാൽ എനിക്കിഷ്ടം തോന്നും കാണാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഞാനത് എക്സ്പെക്ട് ചെയ്ത്, പക്ഷേ അതില്ല. അപ്പോൾ പുള്ളിക്ക് ഇത് എവിടെയെങ്കിലും വെക്കണോ ഈ ടൈപ്പോഗ്രഫി. നീ വെച്ച് പടം ഇറക്കുമ്പോൾ ഞങ്ങളിങ്ങനെ റിവ്യൂ പറയും. അത് ആവശ്യമില്ലായിരുന്നു. അല്ല, അത് ഡയറക്ടറുടെ തീരുമാനമല്ലേ. ഞാൻ തീരുമാനിക്കുന്നത് എൻ്റെ പടത്തിൽ വെച്ചു, ഞാൻ കണ്ടോളാം, എൻ്റെ പടം നിങ്ങൾ ആരും കാണണ്ട. നീ നിന്റെ പ്രൊഡ്യൂസറെ കൊണ്ട് സ്ട്രൈക്ക് അടിച്ചതല്ലേ, ചാനൽ പൂട്ടിക്കിച്ചാൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞു നടക്കുന്നു, അത് ആവശ്യമില്ലെന്ന്. സോ അപ്പോൾ ഗൈസ്, ഇതാണ് നമുക്ക് DC-യെ പറ്റി പറയാനുള്ളത്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയൂ. പിന്നെ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രിപ്ഷൻ അങ്ങോട്ട് കൂട്ടുക അല്ലേ. അപ്പം നമുക്ക് കാര്യം നമ്മളിങ്ങനെ വീഡിയോ ലേറ്റ് ആവുന്നതും ഈ സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാനും പറ്റാത്തത് നമ്മളെല്ലാവരും ഈ ചാനലിൻ്റെ പുറകേക്ക് ഇരിക്കുന്നതിനപ്പുറത്തേക്ക് നമുക്ക് വേറെ പരിപാടികളുണ്ട്. പക്ഷേ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഒരുപാട് കൂടി നമ്മുടെ ചാനൽ വലിയ നിലയിലേക്ക് വളർന്നാൽ എല്ലാ പരിപാടിയും വിറ്റ് നമ്മൾ ഇതിനെ പറയാൻ പറ്റത്തില്ലേ. കേൾക്കുന്നവർക്ക് വേറെ പരിപാടിയായിട്ട് പറയാം. അത് ശരിയാണ്. പക്ഷേ നിങ്ങളുടെ ഒരൊറ്റ ക്ലിക്ക് അല്ലേ, അവർ വണ്ടിയിലൊക്കെ മൂപ്പിടുന്നത് കേൾക്കുന്നത്. അതെ, നിങ്ങളുടെ ഒരൊറ്റ ക്ലിക്ക് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജോലിയൊക്കെ വിട്ടേച്ച് ഇതിൻ്റെ പുറകെ വന്നിരിക്കാൻ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തേക്കും. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരും പണി കളയുക അല്ലേ. ഞങ്ങളെല്ലാവരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി കളഞ്ഞിട്ട് ഞങ്ങളെല്ലാവരെയും യൂട്യൂബിലേക്ക് കൊണ്ടിറക്കുക. അത് നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. ഇപ്പം നിങ്ങൾ ക്രൗഡായ തിയേറ്ററിൽ പോയി കാണാൻ വൈബായിട്ട് ഈ പടം കാണാം. അതെ, അത് ആദ്യം പറഞ്ഞല്ലേ, ചുമ്മാ രസത്തിന് പറഞ്ഞിരിക്കട്ടെ, എന്തെങ്കിലും പറയട്ടെ. ലാസ്റ്റ് നോട്ടായിട്ട് പറഞ്ഞാണ്. ശരിയാണ് ഗൈസ്, നിങ്ങൾ നല്ലൊരു ക്രൗഡിൻ്റെ കൂടെ ഇരുന്നാൽ ഇതിപ്പം ഒരുപാട് പേര് ഈ ഇൻസ്റ്റയിലും ഈ റിവ്യൂസൊക്കെ കണ്ടിട്ട് തിയേറ്ററിൽ പോകുന്നവരുണ്ട്. അതായത് ഇത് ഒരുപാട് പേരുടെ റിവ്യൂലൊക്കെ ഗംഭീര പടം എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ഈ ഗംഭീര പടം എന്ന് പറയുമ്പം ഗംഭീര പാട്ടുള്ള ഒരു പടം എന്നുള്ള ലൈനാണ് ഇപ്പോഴത്തെ പുതിയ മാർക്കറ്റിംഗ് ഉണ്ട്. ഈ മെയിൻ സീക്വൻസ് ഷൂട്ട് ചെയ്ത് അത് ഞാൻ ഇതിനു മുമ്പ് ഏതോ ബ്ലാസ്റ്റ് കണ്ട സമയത്ത് പറഞ്ഞു വിചാരിച്ചു. അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ ഓപ്പൺ ചെയ്താൽ നമ്മൾ ഈ സിനിമയുടെ തിയേറ്ററിൽ ഈ മേജർ ഈ ഇൻ്റർവെൽ സീക്വൻസും ക്ലൈമാക്സ് സീക്വൻസും ഇത് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് നമ്മൾ റീൽ കാണും. ഈ റീൽ വൈബ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ റീലിൽ നമ്മളിത് കാണുമ്പോൾ ഈ സീൻ തിയേറ്ററിൽ ഭയങ്കര രസമായിരിക്കുമല്ലോ എന്ന് നമ്മളിപ്പം മൊബൈലിൽ കൂടെ ഇത് കൺവിൻസ് ആവുകയാണ്. അങ്ങനെ തിയേറ്ററിലേക്ക് വരുന്ന ഒരു വലിയ കൂടെ ആൾക്കാരുണ്ട്. അവർക്ക് വരുമ്പോൾ ആക്ച്വലി ഫിലിമിൻ്റെ പിന്നണിയിലുള്ളവർ തന്നെ എടുത്തിരുന്ന കാരണം പേഴ്സണലി ഞാനതൊരു ബ്ലാസ്റ്റ് സിനിമയിൽ ഞാനതൊരു ആൾ ഞങ്ങളിരുന്ന തിയേറ്ററിൽ ഞങ്ങളുടെ തൊട്ടടുത്തിരുന്ന ആൾ IPL കാണുക. ഏത് പടം നടക്കുമ്പം ആക്ഷൻ വരുമ്പോൾ പുള്ളി ഫോൺ എടുത്തേച്ച് നേരെ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് പുള്ളി എന്ന് പറഞ്ഞാൽ അലറും. അപ്പം ഞാനും അജിത്തും കുടിക്കുന്നത് എന്താ അത് കഴിഞ്ഞ് പുള്ളി വീണ്ടും IPL കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവൻ ചൂടായി. ഇത് ന്യായമാണോ നിങ്ങൾ ഈ കാണിക്കുന്നത്, തന്തയില്ലാഴുകയല്ലേ ഇത് എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ അയ്യോ മോനെ ഡിസ്റ്റർബൻസ് ആയോ, അതെ ഡിസ്റ്റർബൻസ് ആയി എന്ന് പറഞ്ഞ് അപ്പോൾ പുള്ളി ഫോൺ മടക്കി വെച്ച് എന്നിട്ട് വീണ്ടും ആക്ഷൻ വരുമ്പോൾ പുള്ളി ഫോൺ എടുത്ത് ഷൂട്ട് ചെയ്തിട്ട് പുള്ളി തന്നെ അലറും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി ഇത് വരുന്ന ഇത് എല്ലാവരും ഇടുന്നത് ഈ പിന്നെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാവണമെന്നില്ല. ഇപ്പോൾ 2 വീഡിയോ കണ്ടു കഴിയുമ്പം നാളെ വേറെ ആൾ പോകുമ്പോൾ അവനും ചിലപ്പോൾ അത് ചെയ്യണമെന്ന് തോന്നും, അത്രേ ഉള്ളൂ.
അതും ഒരു മാർക്കറ്റിംഗ് എലമെൻ്റായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ മാർക്കറ്റിങ്ങിലൂടെ ഈ സിനിമയിൽ കാണാൻ തിയേറ്ററിലെത്തുന്നവർ ചിലപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇൻ്റർവെല്ലിലും ഈ ക്ലൈമാക്സിലും ഈ രാഗ ഓഫ് റിവെഞ്ച് പ്ലേ ചെയ്യുന്ന ഒഴിച്ചാൽ ബാക്കി പലയിടത്തും ഈ സിനിമ ഇങ്ങനെ ഓക്കെ ആയിട്ട് പോകാണല്ലോ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. സോ അതുകൊണ്ട് സിനിമയെപ്പറ്റി അല്ലേ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊന്നുകൂടെ ഒന്ന് തിരിച്ചറിയുക ഇതിങ്ങനെ ഒരു അതെ. ഇത് ടെക്നിക്കലി ഡയറക്ടോറിയൽ ക്രാഫ്റ്റ്, പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഇതിന്റെ എന്തോ ടീസർ റിയാക്ഷനിൽ നമ്മൾ കൂടുതൽ വീണ്ടും പറയുന്നില്ല. ട്രെയിലർ റിയാക്ഷൻ നമ്മൾ പറഞ്ഞു, ട്രെയിലർ റിയാക്ഷൻ പറഞ്ഞു, അതൊക്കെ തന്നെ. ഇപ്പം പുള്ളിയുടെ ക്രാഫ്റ്റ് ഭയങ്കര രസമാണ്. എനിക്ക് കുറച്ച് ഡെപ്ത് കുറവായിരുന്നു പടത്തിന്. തിയേറ്ററിൽ എൻജോയ് ചെയ്തു. അത് ഇങ്ങനെ പറയുന്ന പോലെ ഗ്രാഫ് ഇങ്ങനെ തുടങ്ങി ഇന്റർവെൽ ആകുമ്പോൾ ഇങ്ങനെ മേളിൽ പോകും, പിന്നെ താഴോട്ട് ഇങ്ങനെ പോയിട്ട് വീണ്ടും ക്ലൈമാക്സ് ആകുമ്പോൾ വീണ്ടും ആ സാധനം വരും. അങ്ങനെ അതാണ് ഇൻട്രസ്റ്റിംഗ് സിനിമയാണ്. പുള്ളിയുടെ ക്രാഫ്റ്റിന് വേണ്ടി, എനിക്ക് വേണ്ടിയാണ്. അതെ, അതാണ് ഇപ്പം നമ്മൾ ഒരുപാട് പേരുടെ റിവ്യൂവിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് ഈ മ്യൂസിക് കേൾക്കാം എന്നുള്ളൊരു ഇതുണ്ട്. അത് തന്നെയാണ് ഈ പടത്തിൻ്റെ ഏറ്റവും മെയിൻ പോസിറ്റീവ്. അതുകൊണ്ട് തന്നെ നല്ല തിയേറ്റർ, നല്ല സൗണ്ടുള്ള തിയേറ്ററിൽ പോയി പടം കാണുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അങ്ങനെ കണ്ട് എൻജോയ് ചെയ്യുന്നവർ വീണ്ടും കമൻറ്റിൽ പറയും അല്ലേ. അപ്പോൾ നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അടുത്ത ആഴ്ച